ഒരിക്കൽ കൂടി എല്ലാവർക്കും കർത്തൃനാമത്തിലുള്ള സ്നേഹവന്ദനത്തും വീണ്ടും നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ, തൻ്റെ കുടുംബം, സഭയിലുള്ള വാത്സല്യ ദൈവമക്കൾ, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സമയം ചിലവഴിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും തൻ്റെ വചനത്താലും ആത്മശക്തിയാലും നിറയ്ക്കട്ടെ എന്ന് ഞാനും നിങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മോട് ഇടപെടുന്ന ദിവസങ്ങളായി മാറട്ടെ. കർത്തദാസനെ ഓർപ്പിച്ച പോലെ തന്നെ ദൈവത്തിൻ്റെ വചനവും ആത്മശക്തിയും നമ്മളിൽ പുതുക്കം തരുവാൻ, നമ്മുടെ കാഴ്ചപ്പാടുകളെയൊക്കെ മാറ്റിമറിക്കുവാൻ ദൈവം സഹായിക്കുമാറ്. പ്രാർത്ഥന കൊണ്ട് നാം അർത്ഥമാക്കേണ്ടത് അതുതന്നെയാണ്. ചില ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ തുടർമാനമായി നാം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകേണ്ട വ്യത്യാസങ്ങൾ, നമുക്കൊരു മാറ്റമാണ് ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ അവസ്ഥകൾക്കൊരു മാറ്റം. എപ്പോഴും ഞാൻ രാവിലെ അത് ഓർപ്പിച്ച പോലെ തന്നെ ഫിസിക്കൽ തലത്തിലാണ് പലപ്പോഴും വി ആർ എക്സ്പെക്റ്റിംഗ് എ ട്രാൻസ്ഫോർമേഷൻ ഇൻ അവർ സർക്കംസ്റ്റാൻസ്. നമ്മുടെ സാഹചര്യങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് അതിനെക്കുറിച്ച് ഒത്തിരി ആഗ്രഹമുണ്ട്. നമ്മളിലൊരു മാറ്റം ഉണ്ടാകണമെന്ന്, നമുക്ക് മാറ്റം ഉണ്ടാകണമെന്നാണ്. നാം നമ്മുടെ ചുറ്റുപാടുകളിലെ മാറ്റം കൊതിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മിലൊരു മാറ്റം ഉണ്ടാകണമെന്നാണ്. സ്തോത്രം. അതിന് ഈ വചനങ്ങളൊക്കെ നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ കഴിഞ്ഞ രാവിലെ ഓർപ്പിച്ചു, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണ് ഈ ദിവസങ്ങളിലെല്ലാം നാം ഒരുമിച്ച് വചനം ധ്യാനിക്കുന്നത്. മർക്കോസ് 10-ന്റെ വാക്യമാണ് നാം ചിന്തയ്ക്ക് ആധാരമായി വായിച്ചു തുടങ്ങിയത്. മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് 51. കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ള എല്ലാവർക്കും ഒരുപോലെ വചനം ഒന്ന്, യു ക്യാൻ ടേൺ ദാറ്റ് വിത്ത് മീ ടു മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് 51. 10-ന്റെ വാക്യം. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നുവെന്ന് അവനോട് ചോദിച്ചതിന്, റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. വാട്ട് ഈസ് യുവർ ഡിസയർ എന്നൊരു ചിന്തയെ ആസ്പദമാക്കി നാം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന വചനമാണ് നാം പഠിച്ചു വരുന്നത്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ, ഇപ്പോൾ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായി നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ അറിയാം. ദേവദാസനെ ഇപ്പോൾ ഓർപ്പിച്ചു, ദൈവത്തിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച ഹന്നായെക്കുറിച്ചൊക്കെ ആ വിഷയങ്ങളൊക്കെ നാം തൊട്ടുപോയതാണെന്നാൽ ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥനാ വിഷയം എന്തായിരിക്കണം എന്നുള്ളതാണ്. 5 കാര്യങ്ങളാണ് നാം ഒരുമിച്ച് ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അതിനെ അല്പം കൂടെ ഒന്ന് വിശദമാക്കുവാനാണ് ഇന്ന് രാവിലെ നാം ഈ മർക്കോസ് 10-ാം അധ്യായത്തിൽ കാണുന്ന 5 പ്രാർത്ഥനകളാണ് നാം പഠിച്ചു വരുന്നത്. ഒന്നാമത്തെ ഭാഗമാണ് നാം രാവിലെ ചിന്തിച്ചത്. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഒരു കൂട്ടം മാതാപിതാക്കൾ വന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുന്നു, കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണമേ. ഇന്ന് രാവിലെ നമ്മൾ അതാണ് ധ്യാനിച്ചത്, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. സ്തോത്രം. കുഞ്ഞുങ്ങളെ ദൈവം ഒന്ന് തൊടണമേ, ദൈവത്തിൻ്റെ സ്പർശനം എൻ്റെ കുഞ്ഞിനെ ഒന്ന് തൊടണമേ. അതിനെക്കുറിച്ച് നാം വളരെ വിശദമായി രാവിലെ ധ്യാനിച്ചു. ഒടുവിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, when they asked to just to touch them, but Jesus' desire was to entirely different. He embraced them and blessed them. യേശു അവരെ ആലിംഗനം ചെയ്ത് അനുഗ്രഹിച്ചു. നമ്മുടെ ചിന്തയ്ക്കപ്പുറത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ തൻ്റെ കൈപ്പിടിയിലാക്കുന്ന ദൈവം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്ന് രാവിലെ ആഗ്രഹിച്ചത്. എൻ്റെ കുഞ്ഞിനെ ഒന്ന് തൊടണമേ, അവൻ്റെ ബുദ്ധി ഒന്ന് വർദ്ധിപ്പിക്കണമേ, നല്ല ജോലി കിട്ടണമേ, അവനൊരു ആശ്വാസം ഉണ്ടാകണമെന്നൊക്കെ ആയിരിക്കും നമ്മുടെ ആഗ്രഹം. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിൻ്റെ വലയത്തിൽ ദൈവം അവരെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ മറുപടിയാണ് നാം ചിന്തിച്ചത്. ഇന്ന് രാത്രി നാം ധ്യാനിക്കുന്ന രണ്ടാമത്തെ പ്രാർത്ഥന മർക്കോസ് 10-ന്റെ 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. പ്രൈസ് ഗോഡ്. 17 മുതൽ 27 വരെയുള്ള 11 വാക്യങ്ങളിൽ ആസ്പദമാക്കിയാണ് നാം അല്പം ഇന്ന് രാത്രി എന്തിനു വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതാണ്. 17-ാം വാക്യം തൊട്ട് ചില വാക്യങ്ങൾ വായിച്ചിട്ട് പിന്നെ ആവശ്യമുള്ളത് മാത്രം നമുക്ക് മുന്നോട്ട് വായിക്കാം. രണ്ടാമത്തെ ഭാഗം അതാണ്, എന്തിനു വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. വായിച്ചാൽ രണ്ടാമത്തെ പ്രാർത്ഥന, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം. പ്രൈസ് ഗോഡ്. നിത്യജീവന് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ്. ഈ മണ്ണിൽ നമുക്കൊക്കെ ജീവിക്കണം, അല്ലല്ലേ? ഈ ആയുസ് ദൈവം തന്ന ആയുസിനായ ദൈവത്തിന് സ്തോത്രം. പക്ഷേ നിത്യജീവൻ എന്ന് പറയുന്നത് അല്ലല്ലേ സ്വർഗീയമായ ഒരു വിഷയമാണെങ്കിൽ തന്നെ നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഇറ്റേണിറ്റിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, ഇറ്റേണൽ ലൈഫും നിത്യജീവൻ എന്ന വിഷയമാണ് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ഇതിവൃത്തം തന്നെ. ഫ്രം ദ ആരംഭ പുസ്തകം തൊട്ട് അവസാന പുസ്തകം വരെ അല്ലല്ലേ നിത്യജീവൻ എന്താണെന്ന് വിശദീകരിക്കുവാനാണ് വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളെയും പരിശുദ്ധാത്മാവ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. അപ്പോൾ ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ പ്രാർത്ഥനാ വിഷയം, നിത്യജീവനെ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സഭാകുളി ഒന്ന് കൈയടിച്ചുകൊണ്ട് പാട്ടുപാടി പ്രാർത്ഥിച്ചു, പ്രസംഗം കേട്ട് സ്തോത്രം പറഞ്ഞ് സ്തോത്രകാഴ്ചയിട്ടുകൊണ്ട് നിത്യജീവൻ കിട്ടുമോ? അതൊക്കെ അതിനൊരു ഭാഗമാണ്. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ അറിവിനും അപ്പുറത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്നത് ചെയ്യാൻ കൂടെ നാം ബാധ്യസ്ഥരാണ്.
നമ്മളെപ്പോഴും ഈ ആകാശവാണി റേഡിയോ പോലാണ് പഴയ കാലത്ത് അല്ലിയ. അങ്ങോട്ട് പറയുന്നതൊന്നും എല്ലാവരുടെ കൂടെ ഉണ്ടത്തില്ല. നിങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പ്രാർത്ഥന മീറ്റിംഗാന്ന് ഓർത്തുണ്ട്. നാട്ടിൽ പഴയ റേഡിയോ ഓർമ്മയുണ്ടല്ലോ, അത് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. തിരിച്ച് നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആവശ്യം രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. മോനെ പ്രാർത്ഥിച്ച് പറഞ്ഞാൽ ബ്ലസ് ഡാഡ, ബ്ലസ് മമ്മ, ബ്ലസ് ചേച്ചി, ബ്ലസ് ചാച്ച, ഇൻ ജീസസ് നെയിം ആമേൻ. ഇത്രയേ ഉള്ളൂ അവരുടെ പ്രാർത്ഥന. കാരണം അവർക്കറിയാവുന്ന ഒരു സർക്കിൾ ബ്ലസ് മീ, ബ്ലസ് ഡാഡ, ബ്ലസ് പപ്പ, അല്ലെ ബ്ലസ് മാമ, ബ്ലസ് ചേച്ചി, ഓർ വാട്ട് ഓർ മേ ബി. അത്രയും ഒരു സർക്കിളേ ഉള്ളൂ. ഇനിച്ചൂടെ കഴിഞ്ഞിട്ട് അവർ കല്യാണം കഴിക്കുമ്പോൾ ഭാര്യയുടെ വീട്ടുകാരെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തും. നമ്മുടെ ടെറിട്ടറി നമ്മൾ അങ്ങനെ വർദ്ധിക്കുന്നത്. പിന്നെ മക്കളായി കഴിയുന്ന ഉടനെ മക്കളെ, കൊച്ചുമക്കളെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തും. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പ്രാർത്ഥന. നമ്മൾ വലിയവരായിക്കഴിഞ്ഞാലും ഒരുമാതിരിപ്പെട്ട പ്രാർത്ഥനയൊക്കെ മക്കളും കൊച്ചുമക്കളും മരുമക്കളും പിന്നെ സഭയിൽ പോകുന്നതുകൊണ്ട് സഭയിലെ കാര്യങ്ങളുടെ ചേർത്തുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ നമുക്ക് അതിനപ്പുറത്തൊരു പ്രാർത്ഥനയുടെ വിശാലതയുണ്ട്. അതാണ് ഈ ദിവസങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അർത്ഥം മൈക്കിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് 1.5 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പ്രാർത്ഥന ഒരു ജീവിത ശൈലിയാക്കി മാറ്റുന്ന സ്തോത്രം. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് വളരെ ധനാഢ്യനായ ഒരു മനുഷ്യനാണ്. അവനെക്കുറിച്ച് മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സുവിശേഷങ്ങളും പറയുന്നുണ്ട്. ആ 3 സുവിശേഷങ്ങളും കൂടെ ചേർത്ത് പഠിച്ചാൽ ഏകദേശം ഈ മനുഷ്യൻ എങ്ങനെയുള്ളവരാണ്. ലൂക്കോസ് 18-ാം അധ്യായത്തിൽ ഒരു ന്യായശാസ്ത്രി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ലോയറായിരുന്നു, പള്ളിപ്രമാണിയായിരുന്നു, യൗവനക്കാരനായിരുന്നു, ധനാഢ്യനായിരുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല കാശും നല്ല അധികാരവും പദവിയുള്ള നിയമമൊക്കെ അറിയാവുന്ന ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കെ വന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, ഗുരു, നിത്യജീവനെ പ്രാപിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? വാട്ട് ഷാൽ ഐ ഡു ടു ഹാവ് ദ എറ്റേണൽ ലൈഫ്? നിത്യജീവൻ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? യേശുവിൻ്റെ മറുപടി അടുത്ത വാക്യം. അതിന് യേശു കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെ അമ്മയെ ബഹുമാനിക്കുക ഇത്യാദി കൽപ്പനകൾ നീ ചെയ്യണം, നീ അറിയുന്നല്ലോ. ഉടനെ അവൻ്റെ മറുപടി, ഇതൊക്കെ ഞാൻ ബാല്യം മുതൽ ചെയ്തു വരുന്നു. അപ്പം കൽപ്പനയെല്ലാം പ്രമാണിക്കുന്ന 10 കൽപ്പന, പഴയ നിയമത്തിലെ പ്രമാണം അനുസരിച്ച് 10 കൽപ്പന. 10 കൽപ്പനയുടെ ടെസ്റ്റ് ഇട്ടാൽ അവന് എത്ര മാർക്കുണ്ട്? A+ ഉണ്ട്. 10ൽ 10 പാസ്സായവനാണ്. നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ 10 കൽപ്പനയിൽ 10 അതുപോലെ അനുസരിക്കുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യത്തോടെ കൈപൊക്കാൻ പറ്റിയ ആരും നമ്മുടെ ഇടയിൽ ഇല്ല. പക്ഷേ ഇവന് 10ൽ 10 മാർക്കുണ്ട്. അപ്പോൾ അവനെ സംബന്ധിച്ച് എന്തിനു കൊള്ളാം? മുന്നിൽ നിർത്താൻ കൊള്ളാം. അവൻ ഓടി വന്നിട്ട് കർത്താവെ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞ് കൽപ്പനയൊക്കെ പ്രമാണിക്കണം. അവനെ യേശു ഒന്ന് നോക്കി. ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഈ സാക്ഷ്യം പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആര് നമ്മളെ നോക്കുന്നുണ്ട്? എൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ, ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ വായിക്കുന്നത് യേശു അവനെ നോക്കി. ആൾക്കാർ നോക്കുന്ന പോലെയല്ല യേശു നോക്കുന്നത്. യേശു നോക്കുന്നത് അഗ്നിജാലയ്ക്കൊത്ത കണ്ണുകൊണ്ടാണ്. ഞാൻ പറയുന്ന വാക്കിൻ്റെ പിന്നിൽ ഹീ നോട്ട് ഓൺലി തിങ്കിങ് ഓർ ഹീസ് ലുക്കിംഗ് അറ്റ് ദ ആക്ട് ഓഫ് അവർ വർഷിപ്പ്, ഹീസ് ലുക്കിംഗ് ഫോർ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് വർഷിപ്പ്. നമ്മുടെ ആദരം കൊണ്ട് പറയുന്ന കാര്യങ്ങളല്ല, ആദരത്തിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ദൈവം നോക്കാറുണ്ട്. ഹൃദയത്തിൽ നിന്നാണോ ഇത് പുറത്തു വരുന്നത് ദൈവം നോക്കാറുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മൾ ആൾക്കാരോടൊക്കെ കൈ കൊടുത്തിട്ട് പ്രൈസ് ലോർഡ് ബ്രദറെ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു സ്നേഹത്തോടാണ് മനുഷ്യൻ സംസാരിച്ച്. പക്ഷെ അതിൻ്റെ പിന്നിൽ ഈ പ്രൈസ് ലോർഡ് എന്ന് പറയുമ്പോൾ നാം അകത്ത് പല്ല് കടിക്കുന്നുണ്ടോ എന്ന് ആര് നോക്കുന്നുണ്ട്? ദൈവം നോക്കുന്നുണ്ട്. ഭാര്യയോട് ഐ ലവ് യു എന്ന്, ഭർത്താവിനോട് ഐ ലവ് യു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അച്ഛനോട് സ്നേഹമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ആര് നോക്കുന്നുണ്ട്? ദൈവം നോക്കുന്നുണ്ട്. ഡാഡി മമ്മി എന്നൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ വിളിക്കുമ്പോൾ ഓർത്ത് വേണം, ദൈവം നോക്കുന്നുണ്ട് അതിൻ്റെ പിന്നിൽ. നമ്മുടെ ആക്റ്റ് മാത്രമല്ല ആറ്റിറ്റ്യൂഡും. ഈ ആറ്റിറ്റ്യൂഡ് അറിയാവുന്നത് ദൈവവചനത്തിനെ അറിയത്തുള്ളൂ. ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ വചനം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്തകളൊക്കെ ദൈവത്തിന് നന്നായിട്ട് അറിയാൻ പറ്റും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ നമ്മൾ ഹല്ലേലൂയ ഇപ്പോൾ പിക്ചറിൻ്റെ പണ്ട് കാലത്ത് ഫോട്ടോ എടുക്കുന്ന വലിയൊരു ഹരമായിരുന്നു അല്ലേ? സ്റ്റുഡിയോയിലൊക്കെ പോയി അങ്ങനെ പോയിട്ട് ഫോട്ടോ എടുത്തിട്ടൊക്കെ ഇരിപ്പുണ്ടല്ലോ പണ്ട് കാലത്ത് സ്റ്റുഡിയോയിലൊക്കെ. പന്തളത്ത് മോഹൻ്റെ സ്റ്റുഡിയോയിൽ ആകെ ഒറ്റ ടൈയേ ഉള്ളു. അതുകൊണ്ടാണ് ഈ 10-30 വർഷമുള്ള ആരുടെ വീട്ടിൽ ചെന്നാലും എല്ലാവർക്കും ഒരു കറുത്ത പുള്ളിയുള്ള ടൈ ഇല്ലേ? അതിൻ്റെ അർത്ഥം തന്നെ അന്ന് അതേ ഉള്ളായിരുന്നു അവിടെ ഒരുങ്ങിയൊക്കെ നിർത്തുന്നത്. പക്ഷേ അതിന് വലിയല്ലോ. ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പോൾ മീറ്റിംഗ് തീരുമ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ എടുക്കണം. അപ്പോൾ പാസ്റ്റർ വന്നല്ലേ, പാസ്റ്ററോട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട നിങ്ങളെല്ലാവരും ഫോട്ടോ എടുക്കാൻ നിൽക്കും. അതിൻ്റെ ഒരു കോപ്പിക്ക് $10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും $10 കൊടുത്ത് നിങ്ങളെല്ലാവരും ആ ഫോട്ടോ വാങ്ങും. പക്ഷേ അതിനെക്കാട്ടി വിലയുള്ളൊരു $3000 ഫോട്ടോ നിങ്ങളുടെ പലരുടെയും വീട്ടിൽ ഇരിപ്പുണ്ട്. അത് ആരും പുറത്ത് വെക്കാറില്ല. അത് MRIയുടെ ആയിരിക്കും, അല്ലെങ്കിൽ CT സ്കാൻ്റെ ആയിരിക്കും. അതാരെങ്കിലും ഇങ്ങനെ പ്രത്യേക വെച്ചിട്ട് കാണുന്നുണ്ടോ? ഇതിന് $10 ഉള്ളൂ. ഈ പുറമേ ചിരിച്ചിരിക്കുന്ന അപ്പം കാണുന്ന ഫോട്ടോയ്ക്ക് $10 ഉള്ളൂ. പക്ഷേ അകം കാണുന്ന ഫോട്ടോയ്ക്ക് ഭയങ്കര വിലയാണ്. സത്യത്തിൽ അതാ നമ്മളെന്ന് പറയുന്നത്.
എന്തെങ്കിലും കേടുണ്ടോ, എന്തെങ്കിലും ശൂന്യതയുണ്ടോ എന്നൊക്കെ അറിയുന്നത് അകത്തെ പടം എടുക്കുമ്പോഴേ അറിയത്തുള്ളൂ ദൈവമക്കളെ. പുറമേ കാണിച്ച ചിരിയും പുറമേ കാണിച്ച കയ്യടിയും ഒന്നും അല്ല ദൈവസന്നിധിയിൽ വലിയ വില. അതൊക്കെ വേണം, അത് അകത്തെ കൺവിക്ഷൻ്റെ എക്സ്പ്രഷനാണ്. പക്ഷെ പുറമേക്കപ്പുറത്ത് അന്തര ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നൊരു ദൈവമുണ്ട്. നിത്യജീവൻ പ്രാപിക്കുവാൻ ആഗ്രഹത്തോടെ ഓടി വരുന്നവൻ പ്രമാണിച്ച കൽപ്പനയുടെ പട്ടിക യേശുവിൻ്റെ മുമ്പിൽ വിവരിക്കുമ്പോൾ യേശു അവനെ നോക്കി, യേശു അവനെ സ്നേഹിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ അകം ദൈവസന്നിധിയിൽ പുറത്ത് കൊണ്ടുവരുന്ന രാത്രിയായി മാറണം. We need to expose our inner thing. When the light ആ പ്രകാശം നമ്മുടെ മേൽ അടിക്കുമ്പോഴാണ് ആ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ നമ്മുടെ അകം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്. മറ്റുള്ളവർക്ക് നമ്മളെ അളക്കുവാൻ കഴിയത്തില്ല. യേശു അവനെ നോക്കി സ്നേഹിച്ചിട്ട് എന്താ അടുത്ത വാക്യം? ഒരു കുറവ് നിനക്കുണ്ട്. നിത്യജീവനെ പ്രാപിക്കണോ? രണ്ടാമത്തെ പ്രാർത്ഥന നാം പഠിക്കുന്നതാണ്, നമ്മുടെ കുറവുകൾ കണ്ടെത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. യേശു അവനെ നോക്കി സ്നേഹിച്ചിട്ട് അവന് പറഞ്ഞു, യു ലാക്ക് വൺ തിങ്, നിനക്കൊരു കുറവുണ്ടെന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും അപ്രിസിയേഷനാണ് ഇഷ്ടം. ആരെങ്കിലും വന്നിട്ട് രാവിലെ കൈ തന്നിട്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ബ്രദറെ, നന്നായിരിക്കും, നല്ല ഡ്രസ്സാണ് കേട്ടോ, നന്നായിരിക്കുന്നില്ല, ബ്യൂട്ടിഫുൾ, ഈ അമേരിക്കൻ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഫ്ലാറ്ററിങ് വേർഡ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. ലുക്കിംഗ് ഗുഡ് അല്ലേ, ലുക്കിംഗ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ഹൗ ബ്യൂട്ടിഫുൾ, ഹൗ ഓസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ഇങ്ങോട്ട്. സാഹിബിൻ്റെ ജോലി അത് തന്നെയാണ്, ഒരു പണിയില്ല. വഴിയെ പോകുമ്പോഴൊക്കെ നമ്മളോട് ചോദിക്കും ഹൗ ആർ യു എന്ന് ചോദിക്കും. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ പറയും, അയ്യോ അവൻ എന്നോട് എന്തോ സ്നേഹം കൊണ്ട് ചോദിച്ചാൽ എന്നാൽ ഒരു 5 മിനിറ്റ് സംസാരിക്കുന്ന പറഞ്ഞാൽ പുള്ളിക്ക് നിൽക്കാനൊന്നും ചുമ്മാ ചോദിച്ചതല്ലേ എന്ന് ഹവാരി ചോദിച്ചത്. നമുക്കാണെങ്കിൽ പറയാൻ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഉണ്ട് താനും, ഇതൊന്നും കേൾക്കാൻ അവർക്ക് ആർക്കും സമയമില്ല. ഇവിടെ യേശു പറഞ്ഞു നിനക്കൊരു കുറവുണ്ട്. സോ വി നീഡ് ടു നോ ദിസ്. ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന അതാണ്, വി നീഡ് ടു നോ വാട്ട് ഈസ് ദ പ്രയോറിറ്റി ഇൻ അവർ ക്രിസ്ത്യൻ ലൈഫ്. ഈ പ്രാർത്ഥനയിൽ എന്താണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്നറിയണം. ഞാൻ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി, ഞാൻ ആരാധിക്കുന്നു, ഞാൻ ദൈവസഭയിൽ അംഗമാണ്, എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ ഹല്ലേലൂയ അതിൻ്റെ മുഖ്യ വിഷയം എന്താണെന്ന്, വാട്ട് ഗോഡ് ഈസ് ട്രൂലി എക്സ്പെക്ടിങ് ഫ്രം മീ, എന്താ ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അത് നമ്മൾ ഇന്ന് രാത്രി അറിയുവാൻ ബാധ്യസ്ഥരാണ്. പ്രൈസ് ഗോഡ്. ഒരു കുറവ് നിനക്കുണ്ട്. നമുക്ക് ആർക്കും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു സന്ദേശമാണ് മറ്റുള്ളവർ നമ്മുടെ കുറവ് പറയും. ചിലരാണെങ്കിൽ കുറവ് പറയാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട്. എന്ത് ചെയ്താലും എന്തുണ്ട് അവസാനം, നമ്മളൊരു അങ്ങനെയുള്ളവരല്ലല്ലോ, നിങ്ങൾ അങ്ങനെയുള്ളവരല്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്? ഞാൻ ഈ വചനോമയുടെ കാര്യമല്ലേ പറഞ്ഞത്. അപ്പം ചിലർക്കാണെങ്കിൽ എന്തൊക്കെ ചെയ്താലും ലാസ്റ്റിൽ ഒരു കുറവ് പറയാനേ ഉള്ളൂ. പക്ഷെ ഇവിടെ അതല്ല, തമ്പുരാൻ പറയുന്ന നേരെ തിരിച്ചാണ്. നമ്മിലെ നന്മയുടെ നടുവിൽ കൂടെ നമ്മെ അല്ലെങ്കിൽ പൂർണ്ണതയിൽ കൊണ്ടെത്തിക്കുവാൻ തടസ്സമായിരിക്കുന്ന ആ ഒരു കുറവ്. ഹല്ലേലൂയ. എഫെസോസ് സഭയ്ക്ക് ദൈവം ദൂത് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ സഭയെക്കുറിച്ച് എത്ര കമൻറ്റേഷനാ ദൈവം പറയുന്നത്. നിൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു, പ്രയത്നം ഞാൻ അറിയുന്നു, നിൻ്റെ നടപ്പ് ഞാൻ അറിയുന്നു, നിൻ്റെ ജീവിതം ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, എങ്കിലും നിന്നെക്കുറിച്ച് ഒരു കുറ്റം എനിക്ക് പറയാനുണ്ട്, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം. അപ്പോൾ നോക്കൂ, ദൈവം സ്നേഹിക്കുന്ന, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു സഭയെ നോക്കി ദൈവത്തിന് പറയുവാനുള്ളത്, ഇതും കൂടൊന്ന് പരിഹരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. അതെ, നിത്യജീവനെ പ്രാപിക്കുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ജീവിതയാത്രയിലെ പോരായ്മകളെ കണ്ടെത്തി ദൈവത്തിൻ്റെ വിശുദ്ധീകരണത്തിലേക്ക് നാം എത്തുക. ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം, കർത്താവേ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ എന്നെ സഹായിക്കണം. നാം പഠിക്കുന്ന പ്രാർത്ഥന അതാ ഇന്ന് രാത്രി. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ഭൗതിക ആവശ്യം മറന്നുപോയാലും, ജോലിയുടെ കാര്യം മറന്നുപോയാലും, വീടും വാഹനവും വസ്ത്രവും വന്ദനവും വൈക്കോലും വാട്ടർ ഇറ്റ് മേ ബി, യു മേ ബി ടൈറ്റിൽഡ് ആസ് ദ തിങ്സ് ഓഫ് ദിസ് വേൾഡ്, ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. ഇന്ന് രാത്രി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, എനിക്ക് എൻ്റെ യേശുവിനെ പോലെ ആകണം. അതിലേത് കുറവാണ് എൻ്റെ ജീവിതത്തിൽ യേശുവിനെ പോലെ ആകുവാൻ തടസ്സമായി ഉള്ളത്, അതിനെ കണ്ടുപിടിക്കുവാൻ ഒരു പ്രാർത്ഥന ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരു കുറവ് നിനക്കുണ്ട്. എന്താ കുറവ്? അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നറിയത്തില്ലെങ്കിൽ ഒന്ന് വായിച്ചു. ഒരു കുറവുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക കേട്ടിട്ട് അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. എന്തോ ആവേശത്തോടുള്ള വരവായിരുന്നു. ഈ പാസ് എന്ന് വന്നിട്ട് ഞങ്ങളുടെ വീടും കാറും വിൽക്കുന്ന കാര്യം പറയാനാണോ? ഞാൻ നിങ്ങളുടെ സ്ഥല കച്ചവടം നടത്താൻ വന്നൊന്നുമല്ല കേട്ടോ. ഞാനിത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ വാട്ട് യു നീഡ് ടു സോൾഡ് ഔട്ട് ഫോർ ജീസസ്, എന്താണ് യേശുവിന് വേണ്ടി വിൽക്കേണ്ടത് എന്നതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ചിന്ത തന്നെ. സ്തോത്രമില്ലേ. കർത്താവിന് വേണ്ടി എന്തു വിറ്റാൽ, എന്തു വലിച്ചെറിഞ്ഞാൽ നിത്യതയിൽ പ്രവേശനമുണ്ടാകും.
അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഹൗ യു എവർ തോട്ട് അബൌട്ട് ദാറ്റ്? അല്ലയ്യ, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം, പഠിപ്പിക്കണം. എന്ത് മാറ്റിവെച്ചാൽ എനിക്ക് ദൈവരാജ്യ പ്രവേശനം ധാരാളമായി സാധിക്കുവാൻ കഴിയും? ഈ മണ്ണിൽ നേടിയെടുക്കുന്ന മഹത്വങ്ങളാണോ, അല്ലെങ്കിൽ ഈ ശരീരത്തിനെക്കുറിച്ചുള്ള ചിന്തയാണോ, അതോ നിത്യജീവനെക്കുറിച്ചുള്ള ചിന്ത കടന്നു വരുമ്പോൾ എന്തിനോടൊക്കെ നോ എന്ന് പറയുവാനുള്ള ആരോഗ്യം നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറഞ്ഞു വരുന്നതല്ല, യേശു അവരോട് പറഞ്ഞു, കുഞ്ഞെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പക്ഷെ നിനക്കൊരു കുറവുണ്ട്, നിന്നിൽ ഒരു പോരായ്മ ഞാൻ കാണുകയാണ്, ഒരു കുറ്റം ഞാൻ കാണുകയാണ്. ആ കുറ്റം ഇതാണ്, നിൻ്റെ സമ്പത്ത് നിൻ്റെ അകത്ത് വേരിറങ്ങിപ്പോയി. അത് നീ വിറ്റ് ആർക്ക് കൊടുക്കണം? ദരിദ്രർക്ക് കൊടുക്കണം. സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. ഈ സ്ഥലമെല്ലാം കൂടെ വിൽക്കുന്ന അർത്ഥമല്ല. ഈ ഹൃദയത്തിനകത്ത് എത്രമാത്രം ദ്രവ്യം, അല്ലെങ്കിൽ എത്രമാത്രം മണ്ണ്, എത്രമാത്രം ഇഹലോക ചിന്തകൾ അകത്തുണ്ടെന്നുള്ളതിൻ്റെ ഒരു വെളിപ്പാട് നമുക്ക് അവിടെ കിട്ടുകയാണ്. ആകെ നമുക്ക് 24 മണിക്കൂറിൽ നാം എത്ര പ്രാവശ്യം ദൈവകാര്യത്തിന് ചെലവഴിക്കുന്നു, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു എന്നതിൻ്റെ ഒരു വെളിപ്പാടാണ്. ഒന്നും കൂടെ അത് വിശദീകരിച്ച് കഴിഞ്ഞാൽ, യേശു അവനോട് പറഞ്ഞത്, ഇവനെ വളരെ ഭക്തനായിട്ടല്ലേ ഭക്തനായിട്ടാണ് ഓടി വന്നത്. പ്രൈസ് ഗോഡ്. അവനോട് കർത്താവ് പറഞ്ഞത്, നിൻ്റെ 100% ആർക്ക് കൊടുക്കണം? വിറ്റ് കളയണം. പക്ഷേ ഇതുപോലെ യേശുവിൻ്റെ അടുക്ക് വന്നല്ലോ. സക്കായി എന്നൊരു മനുഷ്യൻ, എപ്പോഴും ഞാൻ പറയുന്നത് സക്കായി വന്നല്ലോ. സക്കായി ഓടി വന്ന് സക്കായുടെ ഒരു സ്ഥലം പോലും വിൽക്കാൻ ആര് പറഞ്ഞില്ല? യേശു പറഞ്ഞില്ല. യേശു ഒറ്റ കാര്യം പോലും, സത്യത്തിൽ ആരോടായിരുന്നു പറയേണ്ടത്? സക്കായിയുടെ പറഞ്ഞത്. പക്ഷേ യേശുവിൻ്റെ കാലച്ച വീടിനോട് അടുക്കും തോറും മരത്തേ നിന്ന് ഇറങ്ങി താഴെ വന്ന ആ ബുദ്ധിമുട്ടോടെ ആലോചിച്ച് നോക്കി, കയറിയത് അത്രയും സുഖമല്ലായിരുന്നു താഴോട്ട് ഇറങ്ങാൻ. താഴെ ഇറങ്ങി വന്നിട്ട് യേശുവിൻ്റെ കൂടെ നടന്ന് സക്കായി അല്ലെങ്കിൽ വീട്ടിലോട്ട് കയറുമ്പോൾ അവിടെ നിന്നുകൊണ്ടെന്നാണ് പറഞ്ഞത്. പ്രൈസ് ഗോഡിൽ ഒരു സാക്ഷ്യം പറയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം എഴുന്നേറ്റ് പറഞ്ഞ സാക്ഷ്യം അല്ല സക്കായുടെ സാക്ഷ്യം. യേശുവിൻ്റെ പാദസ്പർശം വീട്ടിൽ കേട്ടപ്പോൾ തന്നെ സക്കായി എഴുന്നേറ്റ് പറയുകയാണ്, ഞാൻ എനിക്കുള്ളതിൽ പകുതി വിറ്റ് ആർക്ക് കൊടുക്കാം? അപ്പോൾ എത്ര കുഴപ്പം? യേശു പറഞ്ഞു, അല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ ഞാൻ മർക്കോസ് 10 പറഞ്ഞത്, നിനക്കുള്ളത് മുഴുവൻ വിറ്റ്. അങ്ങനെയാണല്ലോ ഞാൻ ന്യായശാസ്ത്രിയായ മനുഷ്യനോട്, അല്ലെങ്കിൽ എൻ്റെ അടുക്കൽ വന്നിട്ട് 10 കൽപ്പന പ്രമാണിക്കുമെന്ന മനുഷ്യനോട് ഞാൻ പറഞ്ഞത് 100% യു നീഡ് ടു അല്ലെങ്കിൽ സെൽ ഔട്ട് ആൻഡ് ഗിവ് ടു ദ പുവർ. അതാണല്ലോ അവിടുത്തെ കണ്ടീഷൻ. പക്ഷേ സക്കായി പറഞ്ഞു എത്ര കൊടുത്താൽ മതിയെന്ന്. എൻ്റെ കൂടെ ഉണ്ട്, നിങ്ങൾക്ക് ഗുണമുള്ള കാര്യം ഈ പറഞ്ഞു വരുന്നത്. എത്ര % കൊടുത്താൽ മതി? 50. പ്രൈസ് കളി. മാനസാന്തരം നല്ലതാണെങ്കിൽ നമ്മളാ തീരുമാനിക്കേണ്ടത് എങ്ങനെ ദൈവത്തെ സേവിക്കാമെന്ന്. അല്ലാതെ ആത്മീയ അഭിമാനം പറഞ്ഞുകൊണ്ട് ഞാൻ വചനം പ്രമാണിക്കുന്നു, ഞാൻ പാസ്റ്ററാണ്, ഞാൻ വിശ്വാസിയാ, ഞാൻ 1ാം സ്ഥാനത്തെന്ന് പറയുന്നവരോട് ദൈവം പറയും 100% നീ തെറ്റിപ്പോയി. ഹല്ലേലൂയ. അപ്പോൾ നോക്കുക, ഇവനോട് പറഞ്ഞു വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഇത് കേട്ടപ്പോൾ യേശു അവൻ പറയുന്നത്, അവൻ ദുഃഖിച്ച് വീട്ടിൽ പോയതാണ്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ ഇനിയും വചന പഠനം മുന്നോട്ട് തുടരുന്നത്. സ്തോത്രം. ഇത് കേട്ടപ്പോൾ, കേട്ടപ്പോൾ? യേശുവിൻ്റെ വചനം കേട്ടപ്പോൾ അവൻ എന്തുണ്ടായി? ദുഃഖം ഉണ്ടായി. ഇന്ന് രാത്രി ദൈവവചന കേൾവി നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു? സഭയിൽ ദേവദാസന്മാർ പ്രസംഗിക്കുന്നു, അല്ലെ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു, സിസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ, യൂത്ത് മീറ്റിങ്ങിലൊക്കെ ഒരാഴ്ച നിങ്ങൾക്ക് എത്ര മീറ്റിംഗ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ സഭയിൽ എത്ര മീറ്റിംഗ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ചർച്ചിനകത്തും കോട്ടേജ് മീറ്റിംഗ് ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ചർച്ചിൽ 14 മീറ്റിംഗ് ഉണ്ടെന്ന് എനിക്കറിയാം. 14 മീറ്റിംഗ്. പിന്നെ പ്രെയർ ലൈനിൻ്റെ ബഹളമാണ്. പിന്നെ സൂം മീറ്റിംഗ് ആൾക്കാരുടെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ, പിന്നെ യൂട്യൂബിൽ കിട്ടുന്ന ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരാഴ്ച ഒരാൾ എത്ര പ്രസംഗം കേൾക്കുന്ന ആക്ക് പോലും ഒരു ലക്ഷ്യമില്ല. പക്ഷേ ഞായറാഴ്ച എന്താ പ്രസംഗിച്ചെന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ചോദിച്ചാൽ ആർക്കിട്ട് അറിയത്തുമില്ല. അതാണ് ദൈവവചന കേൾവി നമ്മളുണ്ടാക്കുന്ന സ്വാധീനം എന്താണെന്ന് ഇന്ന് രാത്രി അറിയണം. ഈ പ്രാർത്ഥനയിൽ കൂടെ നിത്യരാജ്യ പ്രവേശനം എങ്ങനെ കിട്ടും കർത്താവേ എന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുവാൻ ഇന്ന് രാത്രി നാം ഇവിടെ ശ്രമിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഹി ബിക്കം സാഡ് എന്നാണ് പറയുന്നത്. വചനം കേട്ടപ്പോൾ അവന് ദുഃഖം വന്നു. എന്തുകൊണ്ട് അവന് ദുഃഖം വന്നത്? അനുസരിക്കാൻ പറ്റാത്തതുകൊണ്ട്. അല്ലാതെ വചനം കേട്ടപ്പോൾ അനുതാപം ഉണ്ടായൊന്നുമല്ല. പോയ പോക്ക് നോക്ക്, ഒറ്റ പോക്ക്. വന്ന ആവേശമൊന്നും. നിത്യരാജ്യം പ്രാപിക്കാൻ വേണ്ടി വന്നവൻ നിത്യജീവൻ്റെ വഴികളെക്കുറിച്ച് യേശു പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഒറ്റ പോക്കായിരുന്നു മടങ്ങി വീട്ടിലോട്ട്. അപ്പോൾ ഇവനിപ്പോൾ എന്ത് വേണ്ട? ഇവനെന്ത് വേണ്ട? നിങ്ങൾ തന്നെ പറഞ്ഞാലേ എനിക്കത് മനസ്സിലാകത്തുള്ളൂ. ഉറക്കെ പറഞ്ഞു. എന്ത് പ്രാർത്ഥിക്കാനാണ് വന്നതവൻ? ഹൗ ക്യാൻ ഐ ഹാവ് ദ ഇറ്റേണൽ ലൈഫ്? എനിക്ക് നിത്യജീവൻ പ്രാപിക്കാൻ വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യണം? അതിൻ്റെ വഴി യേശു പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ്റെ അഡ്രസ്സ് പോലും ഇല്ലെന്ന്. ഇന്ന് രാത്രികാലം നിത്യജീവൻ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ടേ ഈ രാത്രി ഇവിടുന്ന് മടങ്ങാവും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ എന്ത് കൊടുത്തു? യോഹന്നാൻ 1:12 നല്ല കാര്യം.
പക്ഷേ അത് ഒന്നാം ഭാഗമാണ് ദൈവമക്കളെ. ഞാൻ ഈ പ്രസംഗം ഇങ്ങനെ ഉപവാസ പ്രാർത്ഥന എനിക്കറിയാം, റിവൈവലൊക്കെ ചെയ്യാൻ എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇന്ന് ഇച്ചിരി റിവൈവൽ കുറച്ചിട്ട് ഈ വചനമൊക്കെ ഒന്ന് പഠിച്ചിട്ട് മുന്നോട്ട് പോകണം. പ്രൈസ് ഗോഡ്. നിത്യജീവൻ പ്രാപിക്കുവാൻ അവനെ കൈക്കൊണ്ടു ഹല്ലേലൂയ. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകുവാൻ അവൻ എന്ത് കൊടുത്തു? അധികാരം കൊടുത്തു. ഒന്നാം ഭാഗമാണ്. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്നിട്ട് ഹല്ലേലൂയ പാസ്റ്റർ സാമറീസിന് കൈ കൊടുക്കുമ്പോൾ പാസ്റ്റർ തിരിച്ചെനിക്ക് കൈ തരുമ്പോഴാണ് ഞാൻ ചെയ്ത പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ അല്ലേ പ്രൈം മിനിസ്റ്റർ? പ്രൈം മിനിസ്റ്ററെ അറിയാവുന്ന എത്ര പ്രാവശ്യം പറഞ്ഞാലും പ്രൈം മിനിസ്റ്റർക്ക് നിങ്ങളെ അറിയത്തില്ലെങ്കിലോ ഒരു കാര്യമില്ല. എനിക്ക് മോദിയെക്കുറിച്ച് അറിയാം, അല്ലെങ്കിൽ മോദി ഏത് സ്കൂളിലാണ് പഠിച്ചതെന്നറിയാം, ഇതൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട്. ട്രംപിനെ കുറിച്ച് അറിയാം, ബൈഡനെ കുറിച്ച് അറിയാം, ഇതൊക്കെക്കുറിച്ച് വേണേൽ മണിക്കൂർ ഞാൻ പ്രസംഗിക്കാം. പക്ഷേ ഇവർക്കാർക്കും ഞാൻ ആരാന്ന് അറിയത്തില്ല. യേശുവിനെ പിതാവേ പിതാവേ എന്ന് വിളിച്ചാൽ മാത്രം പോരാ, ദൈവം നമ്മളെ മക്കളെ എന്ന് വിളിക്കുന്ന ഒരു പരിചയത്തിലേക്ക് നാം എത്തണം. ഹല്ലേലൂയ. അതിന് രണ്ട് വശങ്ങളുണ്ട്. അവനെ കൈക്കൊള്ളുമ്പോൾ ശ്രദ്ധിക്കണം, കുഞ്ഞുങ്ങൾ ഓൾസോ അല്ലെ, കുഞ്ഞുങ്ങൾക്ക് അല്ല മലയാളം മനസ്സിലാകുന്നതിനെ കുറച്ചുകൂടി ഇംഗ്ലീഷ് പറയാമല്ല. നമ്മൾ ആസ് ദ വേ വി റിസീവ് ജീസസ് ക്രൈസ്റ്റ് വി നീഡ് ടു മേക്ക് ഇറ്റ് കൺഫേം ദാറ്റ് നോ ഹി ഓൾസോ റിസീവ് us ആസ് ഹിസ് ചിൽഡ്രൻ. ഞാൻ ദൈവത്തെ പിതാവെന്ന രീതിയിൽ സ്വീകരിച്ചതുപോലെ തന്നെ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് നമ്മളെ കൂടെ ഒന്ന് സ്വീകരിക്കുന്നൊരു പദവിയുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ 2 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 14 മുതൽ വായിക്കുമ്പോൾ വളരെ കട്ടിയുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുതേ. ഹല്ലേലൂയ. ഇരുളിനും വെളിച്ചത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച. ഹല്ലേലൂയ. ക്രിസ്തുവിനും ബലയാലിനും തമ്മിൽ എന്തൊരു കൂട്ടായ്മ. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് പൊരുത്തം. ഹല്ലേലൂയ. ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു വന്നിട്ട് ഒടുവിലെത്തുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ വിട്ടുപോരുവീൻ, അശുദ്ധമായതൊന്നും തുടരുതേ, അതിൻ്റെ നടുവിൽ നിന്ന് ഓടിപ്പോകുവിൻ എന്നൊക്കെ പറഞ്ഞിട്ട് 18-ാം വാക്യം വരുമ്പോഴത്തേന് അങ്ങനെയാണെങ്കിൽ ഇഫ് യു ആർ റെഡി ടു ലീവ് ഓൾ ദീസ് തിങ് ഫോർ ദ സേക്ക് ഓഫ് യുവർ ലൈഫ് ഐ ആം റെഡി ടു റിസീവ് യു ആസ് മൈ ചിൽഡ്രൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്, നമ്മൾ യോഹന്നാൻ 1:12 പഠിച്ചത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തതുപോലെ പാപ വഴികളോട്, പാപ സ്വഭാവങ്ങളോട്, ഇരുളിനോട്, വിഗ്രഹങ്ങളോട്, ലോകത്തോട്, ലോകസ്നേഹത്തോട്, ലോകമോഹത്തോട് നാം യാത്ര പറയുമ്പോൾ ദൈവം നമ്മെ കൈക്കൊണ്ട്, ഹല്ലേലൂയ, ദൈവം നമ്മെ കൈക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് മക്കളുമായിരിക്കും. നോക്ക്, ഇത് 2-വേ റിലേഷൻഷിപ്പാണ്. ഇത് 1-വേ അല്ല ദൈവമക്കളെ, ഇത് 2-വേ റിലേഷൻഷിപ്പാണ്. നാം ചെയ്യേണ്ട ഭാഗം നാം ചെയ്യുമ്പോഴേ ദൈവം തൻ്റെ ഭാഗം നമുക്ക് വേണ്ടി ചെയ്തു തരത്തുള്ളൂ. അപ്പോൾ ഇന്ന് പ്രാർത്ഥനയിൽ ദൈവവചനം നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നറിയണം. ഹൗ ഡസ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻഫ്ലുവൻസ് ഓർ ഇമ്പാക്റ്റ് അസ്? എങ്ങനെ ദൈവവചനം നമ്മളെ സ്വാധീനിക്കുന്നു? ഇവിടെ ഒരു മനുഷ്യൻ നോക്കൂ, ദൈവവചനം കേട്ടപ്പോൾ ദുഃഖിതനായി വീട്ടിൽ പോയെന്നാണ് പറഞ്ഞത്. എങ്ങനെ പോയി? ദുഃഖിതനായി വീട്ടിൽ പോയി. ഇവൻ്റെ ആ പോക്ക് കണ്ടപ്പോൾ ശിഷ്യന്മാരെല്ലാം ഇങ്ങനെ മൂക്കത്ത് വിരൽ വെച്ചു. എന്നിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഇപ്പോൾ നമ്മൾ വായിച്ചത് 17 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. യേശു ചുറ്റും നോക്കി തന്റെ ശിഷ്യന്മാരോട് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസമെന്ന് പറഞ്ഞു. അവന്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെയും, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. അടുത്ത വാക്യം, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയുടെ ദൈവരാജ്യ പ്രവേശനം എങ്ങനെ സാധ്യമാക്കാം എന്നതിൻ്റെ സ്റ്റഡി ക്ലാസ് അവിടെ നടക്കാൻ പോവുകയാണ്. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. പ്രസംഗം കേൾക്കുന്ന ഒരു ചെറിയ ലാഘവത്തോടെ ഇരിക്കരുത്. വി നീഡ് ടു കം ടു ദ ഡീപ്പർ നോളജ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് നിങ്ങളൊന്ന് ഇറങ്ങണം, എൻ്റെ കൂടെ വരണം. അവിടെ നിന്നുകൊണ്ട് യേശു പറയുകയാണ്, വാട്ട് ഈസ് ദ സിമ്പിൾ പ്രിൻസിപ്പിൾ ഓഫ് എൻ്ററിങ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യ പ്രവേശനത്തിൻ്റെ പ്രാഥമിക തത്വം എന്താണ്? ഇവിടെ സമ്പത്തെന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ജോലിയോ, നിങ്ങളുടെ വരുമാനമോ, നിങ്ങളുടെ വീടോ, കാറിനെ ഉദ്ദേശിച്ചല്ല ഈ കർത്താവ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ മനസ്സിനകത്ത് വേരിറങ്ങിപ്പോയ മണ്ണിൻ്റെ ആഗ്രഹങ്ങളാണ്. ദൈവിക വിഷയത്തേക്കാൾ, ദൈവിക ചിന്തകളേക്കാൾ, ദൈവിക പദ്ധതികളേക്കാൾ എന്തെങ്കിലും നിങ്ങളെ ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറിച്ചു കളയണമെന്നാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. അതിന് കർത്താവ് പറഞ്ഞ ഉദാഹരണം ഇതാണ്. ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവരാജ്യ പ്രവേശനം സാധ്യമാകുന്നത്? ഒട്ടകം സൂചിക്കുഴയിൽ കൂടെ പോകുന്നത് പോലെയാണ്. ഒട്ടകത്തെ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? കൈപൊക്ക. ഞാൻ ഈ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് കൈപൊക്കാൻ വേണ്ടിയല്ല ചോദിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഗൾഫിൽ നിന്ന് വന്നവർ കാണും, നാട്ടിലായാലും രാജസ്ഥാനിൽ വന്നവർ കാണും, എവിടെങ്കിലും ആയിക്കോട്ടെ. ഒട്ടകത്തെ കാണാത്തവരാരും ഇല്ല. സൂചി കണ്ടവരുണ്ടോ? ഈ ഒട്ടകവും സൂചിയും കൂടെ മനസ്സിൽ കൊണ്ടൊന്ന് പോയിക്കട്ടെ, ഒട്ടകവും സൂചിയും കൂടെ.
ഇനി സൂചിയുടെ കൂട്ടത്തിൽ തന്നെ സൂചിയുടെ കുഴയെന്ന് പറഞ്ഞാൽ ഐ ഓഫ് ദ നീഡിൽ, സൂചിയുടെ ആ നൂല് കടത്തുന്ന ഒരു തയ്യക്കാരനോട് ചോദിച്ചാട്ട് ഏറ്റവും വലിയ ജോലി ഡിസൈൻ ചെയ്യുന്നതാണോ, കഴുത്ത് വെട്ടുന്നതാണോ, പോക്കറ്റ് അടിക്കുന്നതാണോ, അതോ എന്താ ചോദിച്ചാൽ പറയും എൻ്റെ ദൈവദാസനെ ഈ നൂലൊന്ന് ഇതിനകത്തൂടെ കടത്തുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇത് കയറി കിട്ടിയ പിന്നെ ഞങ്ങൾ തയ്ച്ചോളാം എന്നാണ് പറയുന്നത്. അപ്പം ഒട്ടകത്തെ സൂചിക്കുഴയിൽ കൂടെ കടത്തി വിടുക എന്നൊരു പ്രമാണം ബൈബിളിനുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഒട്ടകം കണ്ടു, ഒട്ടകം ഇങ്ങനെ നിൽക്കുകയാണ്. ഒട്ടകം എല്ലാ പ്രാർത്ഥനയ്ക്കും പോകും, പൂസിക്കും, പ്രാർത്ഥിക്കും, പാട്ട് പാടും, എന്ത് പരിപാടിക്ക് ആരുണ്ട്? ഒട്ടകമുണ്ട്. പക്ഷേ വന്നപ്പോഴാണ് അറിഞ്ഞത് അകത്തോട്ടുള്ള പ്രവേശനം എങ്ങനെ ഇരിക്കുന്നു, സൂചിയുടെ കുഴ പോലെ ഇരിക്കുന്നു. എൻ്റെ സൈസ് അല്ല. എന്ത്? ഹല്ലേലൂയ. ദൈവരാജ്യ പ്രവേശനം ഞാൻ വാരിക്കൂട്ടിയ സൈസ് അല്ലെന്ന്, ഞാൻ ചിന്തിച്ച രീതിയിലല്ല ദൈവരാജ്യ പ്രവേശനം, ഞാൻ പഠിച്ചതുപോലല്ല, ഞാൻ കേട്ടതുപോലല്ല. ഇറ്റ്സ് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് സ്റ്റോറി ടു എൻ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യ പ്രവേശനം നമ്മുടെ ബുദ്ധിയുടെ പ്രമാണമല്ല. ഈ ലോകത്തിലുള്ളതെല്ലാം വാരിക്കൂട്ടി ഈ ലോകത്തിലെ പെരുപ്പം കണ്ടിട്ടും ഈ ലോകത്തിലെ മഹത്വവും മാനവും ശ്രേഷ്ഠതയും ഒന്നും ദൈവരാജ്യ പ്രവേശനത്തിൻ്റെ വക്കോളം എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ സാധ്യമല്ലാതെ വരുന്നത് കൊണ്ട് എന്താ പറഞ്ഞത്? യേശു പറഞ്ഞത് ഒട്ടകത്തെ നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു മേക്ക് ദിസ് ക്യാമൽ ടു ഗോ ത്രൂ ദ ഐ ഓഫ് ദ നീഡിൽ. ഈ ഒട്ടകത്തെ സൂചിയുടെ കുഴയിൽ കൂടെ കടത്തി വിടണം. അതിനെ ഉപവാസപ്രാർത്ഥന എൻ്റെ കൂട്ടത്തിലുണ്ടേ. പ്രൈസ്. നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യ പ്രവേശനത്തെക്കാൾ വലുതായി പോയ ഏതെങ്കിലും ആറ്റിറ്റ്യൂഡ്, ഏതെങ്കിലും ആശകളുണ്ടെങ്കിൽ അതിനെ ദൈവരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ പരുവത്തിൽ കൊണ്ട് എത്തിക്കുന്നതാ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയും ഉപവാസമൊക്കെ. അങ്ങനെ ഒരു വിധേയത്തോടെ വിനയത്തോടു കൂടി നമ്മൾ ഇരിക്കണം. അപ്പോൾ നിങ്ങൾ പറയാം, അല്ല പാസ്റ്ററെ ഞാനൊരു പ്രത്യേക വിഷയത്തിന് ഉപവസിക്കുന്നത്. എന്തു ആയിക്കൊള്ളട്ടെ, ദൈവരാജ്യ പ്രവേശനത്തെക്കാൾ വലിയൊരു പ്രത്യേക വിഷയം നമുക്കില്ല. വചനം തന്നെ പറഞ്ഞല്ലോ, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ബാക്കിയെല്ലാം അങ്ങ് പുറകെ പോരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ല, ദൈവമക്കളൊരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, നിങ്ങളുടെ ഈ ഭൗതിക കാര്യത്തിന് വേണ്ടി അധികം നെഞ്ചത്തടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. എൻ്റെ കൂടെ പിണങ്ങിയോ? കുഴപ്പമൊന്നുമില്ലല്ലോ. നന്മയും കരുണയും വാക്യമൊക്കെ കാണാതറിയാം, പക്ഷെ വിഷയം വരുമ്പോൾ അങ്ങോട്ട് പ്രയാസമാണ്. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ ഞാൻ അതിൻ്റെ പുറകെ ഓടുന്നല്ല, പിന്നെ അതെൻ്റെ പുറകെ വരുമെന്നാണ്. ഞാൻ ഇന്നലെ രാവിലെ ചോദിച്ചു കണക്ക്, നിങ്ങൾ ഇന്ന് ഒരു ദിവസം കണക്കെടുത്ത് നോക്കിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു വാങ്ങിയതിനേക്കാൾ 100 മടങ്ങാ നിങ്ങൾ പ്രാർത്ഥിക്കാതെ ദൈവം നിങ്ങൾക്ക് തന്നത്. നിങ്ങൾ ചോദിച്ചു വാങ്ങിയ നന്മകളെക്കാൾ 100 ഇരട്ടിയാ നിങ്ങൾ അറിയാതെ ദൈവം നിങ്ങളെ ആശീർവദിച്ച് തന്നത്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ ഓർപ്പിച്ച കണക്ക്, ശ്വാസം വിട്ടതും രാവിലെ എഴുന്നേറ്റതും ഒക്കെ നിങ്ങൾ ചോദിച്ചു വാങ്ങിയൊന്നുമല്ല, തമ്പുരാൻ്റെ ഹിതമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞാട്ട് ഭൗതിക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ പ്രാർത്ഥിച്ചോ. അതിനപ്പുറത്ത് ദൈവരാജ്യ പ്രവേശനമെന്ന ആത്മീക ചിന്തയിലേക്ക് നാം കടന്നു വരണം. യാത്ര കഴിയുമ്പോൾ, എൻ്റെ ആയുസ് ഓടിത്തീരുമ്പോൾ ഇവിടം കൊണ്ട് തീരുന്ന ഒരു ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നമല്ല, എങ്ങനെ ദൈവരാജ്യ പ്രവേശനം എനിക്ക് സാധിക്കാം. അപ്പോൾ ഇവന് ഈ വചനം കേട്ടപ്പോൾ ദുഃഖിതനായി പോവുകയാണ്, അനുസരിക്കാൻ പറ്റത്തില്ല. അയ്യോ, എന്തൊരു നല്ല പ്രസംഗമായിരുന്നു, ഭാഷ ഞായറാഴ്ച നിന്നെയും കൊല്ലും ഞാനും ചാവും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രസംഗമായിരുന്നു. പക്ഷേ ഇത് കിട്ടുമ്പോൾ എന്നെക്കൊണ്ട് ഇതൊന്നും അനുസരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ഒരു കേൾവി നമുക്കുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഊന്നി പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ നമ്മുടെ പ്രാർത്ഥന രാവിലെ ഞാൻ നിർത്തിയെടുത്താണ് തുടങ്ങുന്നത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞ് രാവിലെ ഉണ്ടായിരുന്നതിന് പറഞ്ഞിട്ട്, വെൻ യു പ്രേ ഫോർ യുവർ ചിൽഡ്രൻ അല്ലെങ്കിൽ കൺസേണിങ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ത് പ്രാർത്ഥിക്കണമെന്ന് പറയാം. 3 കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഇല്ലെങ്കിൽ ഞാനത് രാവിലെ പറഞ്ഞ മുഴുവൻ ഒന്നുകൂടെ പ്രസംഗിക്കും. വന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ 5-10 പേരെങ്കിലും ഉണ്ടായിരുന്നല്ലോ. രാവിലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ 3 കാര്യം, 3 കൊച്ചു പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്തായിരുന്നു? പാസ്റ്റർ കൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞാട്ടെ. രാവിലെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. എനിക്കറിയത്തില്ല, ഞാൻ ഓർക്കുന്നില്ല ആരൊക്കെ ഉണ്ടായിരുന്നു. നീ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞായിരിക്കും ആരൊക്കെ ഉണ്ടായിരുന്നെന്ന്. കർത്താവെ, അവരുടെ 119 സങ്കീർത്തനം 18 വാക്യം ഞാൻ പറഞ്ഞു, കർത്താവെ തിരുവെഴുത്തുകളെ തിരിച്ചറിയതിന് അവരുടെ കണ്ണുകളെ open their eyes that they may able to comprehend God's word or understand the wonderful things of the God's word. ദൈവവചനത്തിലെ അത്ഭുതങ്ങളെ കാണുന്നവരുടെ കണ്ണുകളെ തുറക്കണം. പ്രൈസ് ഗോഡ്. 40 സങ്കീർത്തനം 6 വാക്യത്തിൽ പറഞ്ഞു, നീ അവരുടെ ചെവികളെ ഒന്ന് തുളയ്ക്കണം. ഓപ്പൺ ദർ ഇയേഴ്സ്. ലോകത്തിൻ്റെ കോലാഹലം കേട്ട് കാലത്തിൻ്റെ ഒച്ച കേട്ട് ചെവി ഇങ്ങനെ തഴമ്പിച്ചിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി അവരുടെ ചെവി ഒന്ന് തുറക്കണം. 3, ഓപ്പൺ ദർ അണ്ടർസ്റ്റാൻഡിങ്. ലൂക്കോസ് 24:45 തിരുവെഴുത്തുകളെ തിരിച്ചറിയുന്നവരുടെ ബുദ്ധിയെ തുറക്കണം. ഇതുപോലെ തന്നെ ദൈവമക്കൾ വചനത്തോടുള്ള നമ്മുടെ മനോഭാവം. പ്രൈസ് ഗോഡ്. ദൈവവചനം എന്ന് പറയുന്നത് ഇരുവായത്തിലുള്ള, അത് വ്യാഖ്യാനിക്കാൻ പറഞ്ഞ് ഇവിടുന്ന് 7 പോയിന്റ് വ്യാഖ്യാനിക്കാൻ അറിയാതെ ഞാൻ തിരുപ്പുണ്ട്.
എന്താണ് ദൈവവചനം ഇരുവായത്തിലുള്ള വാളെന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയാവുന്നൊരു വ്യാഖ്യാനം പറഞ്ഞാട്ടെ. നമ്മളിത് ബൈബിൾ ക്ലാസ് പോലെ തന്നെ പോകുന്നത്, നിങ്ങൾ പേടിക്കണ്ട. പറഞ്ഞാട്ടെ എന്താ? 9 മണിയാകുമ്പോൾ കറക്റ്റ് ഞാൻ നിർത്തുകയും ചെയ്യും, പേടിക്കണ്ട. എന്താ ഇരുവായത്തിലുള്ള വാളെന്ന് പറഞ്ഞാൽ? ഒരാളും കൂടെ ഒച്ചയുള്ളൊരു പാസ്റ്റർ സഭ ഒച്ചയുള്ളവരില്ലയോ? എങ്ങനെ പോയാലും പിന്നെ നമുക്കൊരു വ്യാഖ്യാനം പറയുന്ന ആക്കും കേൾക്കുന്നവർക്കുള്ളതാണെന്ന്. പക്ഷേ ലോകത്തുള്ള എല്ലാ വാളിനും 2 വശമുണ്ട്. ഇപ്പോൾ ഇത് നമ്മളെ വ്യത്യാസം നമുക്കറിയേണ്ടത്. നിങ്ങൾ പഴയ കാലത്ത് രാജാക്കന്മാരുടെ വാളൊക്കെ നോക്കിയിട്ട് എല്ലാ വാളിനും എന്തുകൊണ്ട്? 2 വശമുണ്ട്. പക്ഷേ ഇത് അതിനെക്കാട്ടി മൂർച്ചയെന്ന് പറയുന്നത് ഉദ്ദേശത്തിൻ്റെ പ്രത്യേകതയാണ്. ദ പർപ്പസ് ഓഫ് ദി സോഡ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് വി സീ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിലുള്ള വാളല്ല അല്ലല്ല, ഒട്ടകത്തെ സൂചിക്കുഴയിൽ കൂടി കയറ്റുന്ന രീതിയിൽ നമ്മെ മുറിച്ചെടുക്കുന്ന വാള ദൈവത്തിൻ്റെ വാൾ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത ആണ്. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഒട്ടകം ഇവിടെ വന്ന് നിൽക്കുകയാണ്, ഒട്ടകത്തിന് പോകണം, സൂചിക്കുഴയിൽ കൂടെ. ആഗ്രഹമൊക്കെ നല്ലതാണ്, പ്രാർത്ഥന നല്ലതാണ്. പാസ്റ്ററെ പ്രാർത്ഥിച്ചോണം, വിശേഷ പ്രാർത്ഥിച്ചോണം, എനിക്കൂടെ പ്രാർത്ഥിക്കണം. എന്ത് വേണ്ടിയാ? വിശ്വാസി നിൽക്കാനും ഉറച്ചു നിൽക്കാനും. പക്ഷെ വന്നപ്പോഴേ അറിഞ്ഞത് എൻ്റെ സൈസല്ല ഈ സൂചിയുടെ സൈസ്. ഇനി നമ്മളെന്ത് ചെയ്തു? ആധുനിക പെന്തക്കോസിലും എന്ത് ചെയ്തു? ഒട്ടകത്തെ പിണക്കാൻ പറ്റുമോ? സഭ വിട്ട് പോകത്തില്ലയോ? ക്രൈസ്തവ ഒട്ടകത്തെ പിണക്കാൻ പറ്റത്തില്ലല്ലോ. പോയി അടുത്ത സഭ ഉടയും കളയും അല്ലേ? കാരണമല്ല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 2 പേരെ വിളിച്ചുകൊണ്ട് അടുത്ത സഭ തുളയും കളയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? സൂചിയുടെ കുഴ അങ്ങ് വലുതാക്കി. ഏത് ഒട്ടകത്തിനും കയറിപ്പോകാവുന്ന രീതിയിൽ ആ ഒരു ഇറഗുലർ ഷേപ്പ് നോക്കിയാട്ടെ, ഇങ്ങനെ ഒരു മൊന, ബാക്കിയെല്ലാം ഏത് സൂചിക്കും ഏത് ഒട്ടകത്തിനും കയറിപ്പോകാം. പക്ഷേ വചനം ഇന്ന് രാത്രി പറയുന്നത് അങ്ങനല്ല. ഒട്ടകത്തെ പട്ടിണിക്കിട്ട് സൂചിക്കുഴയുടെ സൈസിലാക്കുന്നതാ ദൈവരാജ്യ പ്രവേശനം. അതിന് യേശു പറഞ്ഞ പദമാണ് ഇരുവായത്തുള്ള വാള്. കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ നീ അതിനെ വെട്ടിക്കളയണം. കാല് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ മുറിച്ച് കളയണം. കണ്ണ് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂഴ്ന്ന് കളയണം. ഹല്ലേലൂയ. ദൈവരാജ്യ പ്രവേശനത്തിൽ we need to be well aligned and matched with the size of the word of God. ദൈവവചനത്തിൻ്റെ അളവിനൊത്തവണ്ണം നമ്മെ കൊണ്ട് എത്തിക്കുന്നതാണ് ദൈവവചനം എന്ന വാളിൻ്റെ ശുശ്രൂഷ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനത്തിൻ്റെ 2 വശം ഞാൻ പറയാം. ഇരുവായത്തിലുള്ള വാളിൻ്റെ 2 മൂർച്ച ഞാൻ പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഐ ഡോണ്ട് മൈൻഡ് നോ ഹൗ ലോങ് ഐ ക്യാൻ സ്പീച്ച് ഓർ ഹൗ മെനി പോയിന്റ്സ് ഐ ക്യാൻ സേ. ഇറ്റ് ഓൾ മാറ്റേഴ്സ് വെൻ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് സേസ് ഇനഫ്, ദാറ്റ്സ് ഇനഫ്. അല്ലല്ലേ? അതുകൊണ്ട് ഈ പ്രസംഗം തീർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യവും 3-ാം വാക്യവും വായിച്ചാൽ. യോഹന്നാൻ, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 15 verse 2 and 3. ഇതാണ് ദൈവവചനത്തിൻ്റെ 2 വശമെന്ന് പറയുന്നത്. ഓൾവേസ് യു നീഡ് ടു തിങ്ക് അബൌട്ട് ദിസ്. ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളിൻ്റെ 2 മൂർച്ചകളാണ്. ഇറ്റ് ഹാസ് ടു വർക്ക് ഇൻ അവർ ലൈഫ് 24/7. 24 മണിക്കൂറും ഒരു ദൈവവൈദ്യൻ്റെ ജീവിതത്തിൽ ദൈവവചനം ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. 1, കായ്ക്കാത്ത കൊമ്പിനെ വെട്ടിക്കളയണം. ദൈവവചനം എന്ന വാളിൻ്റെ ഒരു വശം, ഒരു മൂർച്ച ചെയ്യുന്നത് വാട്ട് എവർ ഈസ് നോട്ട് ബെയറിങ് ഫ്രൂട്ട്, കായ്ക്കാത്ത കൊമ്പ് നല്ല തഴച്ച് പന്തലിച്ച് പടർന്നൊക്കെ നിൽക്കുക, പക്ഷേ ഒരു ഫലവും കൊടുക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ മുറിച്ച് കളയണം. ദൈവകൃപ ചോർത്തിക്കളയുന്ന സകല വാക്കുകളെയും മുറിച്ച് കളയണം. ദൈവഹിതമില്ലാത്ത ചിന്തകളാണെങ്കിൽ അതിനെ തായ്വേരോട് അറുത്ത് കളയണം. ദൈവനാമ മഹത്വം കൊടുക്കാത്തതാണെങ്കിൽ അതിനെ മുറിച്ച് കളയണം. ദൈവഹിതമില്ലാത്തതൊക്കെ വെട്ടിക്കളയുന്നത് ദൈവവചനമാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവഹിതമില്ലാത്തതൊക്കെ എന്ത് ചെയ്യണം? വെട്ടിക്കളയണം. ഇനി അടുത്ത പദം, കായ്ക്കുന്നതോ? അധികം ഫലം കായ്ക്കേണ്ടതിന് ഇപ്പോൾ 2 വശമുണ്ട്. 1, ഹല്ലേലൂയ, കായ്ക്കാത്തത് മുറിച്ച് കളയുന്നതും, 2 കായ്ക്കുന്നത് മിനുക്കുന്നതും ഈ ദൈവവചനമാണ്. അപ്പോൾ ഒരു കാലത്ത് സത്യത്തിൽ ഒരു ദൈവവചനെ സംബന്ധിച്ച് സ്വസ്ഥതയുള്ളൊരു ജീവിതവും അല്ല ഇത്. എന്നും വെട്ടാണ്, അല്ലല്ലേ? കായ്ച്ചില്ലേ മുറിച്ച് കളയും, കായ്ച്ചാലോ മിനുക്കിക്കൊണ്ടേയിരിക്കും. ആലോചിച്ച് നോക്കിയേ. ദിസ് ഈസ് ദ എക്സാക്റ്റ് വർക്ക് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ദാറ്റ് വി അഡ്രസ് ആസ് എ two-edged sword. ഇരുവായത്തിലുള്ള വാളെന്ന് നാം വിളിക്കുന്ന ദൈവവചനത്തിൻ്റെ 2 ശുശ്രൂഷയാണ്. 1, കായ്ക്കാത്തത്. അയ്യോ പാസ്റ്ററെ 19 വർഷമായല്ലോ, 50ാമത്തെ വർഷമായിരിക്കും ചിലപ്പോൾ തിരിച്ചറിയുന്നത് ഇത് കായ്ക്കാത്താണല്ലോ. നാം ആ സ്വഭാവം മുറിച്ച് കളയും. ഹല്ലേലൂയ. കായ്ക്കുന്നതാണോ അധികം ഫലം കായ്ക്കേണ്ടതിൽ? ഈ ഫലം കായ്ക്കുകയും അധികം ഫലം കായ്ക്കുകയും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഫലം കായ്ക്കുകയും അധികം ഫലം കായ്ക്കുകയും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ബൈബിളിൻ്റെ ഭാഷയാണ്. അടുത്ത വാക്യം വായിച്ചത്, താഴോട്ട് വായിച്ച്. യോഹന്നാൻ 15. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പോൾ
നിങ്ങളെ മുറിച്ച് കളഞ്ഞത് കൊണ്ടും നിങ്ങളെ ചെത്തി വടിപ്പാക്കിയതും കൊണ്ടും മാത്രമാണ് നിങ്ങൾ വചനത്താലുള്ള ശുദ്ധീകരണം പ്രാപിച്ചത്. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം യു ആർ സാങ്ക്ടിഫൈഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ഇവിടെ സാക്ഷ്യം ഉണ്ടെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ സഭയിൽ ഇപ്പോൾ സാക്ഷ്യമൊന്നുമില്ല, കാരണം സമയം ആളക്കത്തിലുണ്ട്, സാധനമില്ല. പിന്നെ രാവിലെ ഒരു മണിക്കൂർ സെഷനുണ്ട്, അന്ന് പിള്ളേരൊന്നുമില്ല, അവരുടെ സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും ഇവിടെ സാക്ഷ്യവും എല്ലാം കഴിയും. അപ്പോൾ 1-2 പേരൊക്കെ ഇപ്പോൾ പറയാറുള്ളൂ. പണ്ടൊക്കെ ഞാൻ ഈ പാസനേജ് വളർന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പഴയ കാലത്തെ ഹോളൊക്കെ പിന്നെ ചർച്ചിലെ ഓർമ്മയുണ്ടല്ലോ, പിന്നെ നാട്ടിൽ തോന്നുന്നവർക്കൊക്കെ അറിയാമല്ലോ. മിക്കവാറും എല്ലാം ഒരു കുമ്മായൊക്കെ അടിച്ചിട്ട് നീല പെയിൻ്റുള്ള ജനലൊക്കെ ആയിരുന്നു. പിന്നെ സഭയുടെ പേരും കാണും. ചർച്ചിനകത്ത് കയറി ഞങ്ങളാണ് ഈ പായക്കിടന്ന് ജോലി നമ്മുടെ അതുപോലെ തമ്പേറൊക്കെ അടിക്കുന്നതൊക്കെ. എല്ലാ ഭിത്തിയിലും ഇങ്ങനെ ഓരോ തലയുടെ വട്ടം കാണാം. എന്നറിയാമോ? അപ്പച്ചന്മാർ ചാരിയിരിക്കുന്നു, തലയിൽ എണ്ണയൊക്കെ തേച്ചുകൊണ്ട് വന്ന് ചാരിയിരിക്കുന്നു. അവിടെ ഉള്ള ഒരു പായയ്ക്കും ചില പായൊക്കെ ഇട്ട് കഴിയുമ്പോൾ അവിടെ ഇന്ത്യ ഭൂഖണ്ഡത്തിൻ്റെ കൂട്ട് പായയുടെ വള്ളിയൊന്നും കാണത്തില്ല. ഇതെന്താണെന്നറിയാമോ? സന്തോഷിപ്പിച്ച വാക്യത്തിന് അടയാളം വെക്കുന്ന. ഞായറാഴ്ച ഇവിടെ വരുമ്പോഴാണ് സന്തോഷിപ്പിക്കുന്നത്. അപ്പോൾ ഇത് മറിഞ്ഞു പോയിരിക്കാൻ വേണ്ടി ഒരു പായയുടെ വള്ളി ഇങ്ങോട്ട് എടുത്തിട്ട് അടയാളം വെക്കും. അങ്ങനെ ഒരു 3-4 വർഷം കഴിയുമ്പം അവിടെ ഇങ്ങനെ ഇന്ത്യയുടെ ആഫ്രിക്കയുടെ ഒക്കെ മാപ്പ് പോലെ പായയ്ക്ക് സ്ഥലം കാണത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരെയും ഈ വാക്യം എന്ത് ചെയ്തിട്ടുണ്ട്? പക്ഷെ ആരും ഇതുവരെ സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടില്ല. കഴിഞ്ഞ ആഴ്ച എന്നെ ശുദ്ധീകരിച്ച വാക്യം ഇതാണ്. നമ്മളെല്ലാം വാക്യങ്ങൾ എന്താ ചെയ്യുന്നത്? സന്തോഷിപ്പിക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41:10 പറഞ്ഞാൽ നിങ്ങളെല്ലാം ആവേശത്തോടെ തുള്ളിച്ചാടും. ഞാൻ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം. 43 തൊട്ട് പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് ഇന്ന് രാത്രി ആവേശമാണ്. പക്ഷേ ഇവിടെ പറയുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകും. ദൈവവചനത്തിൻ്റെ യഥാർത്ഥ ശുശ്രൂഷ ഏതാണ്? ശുദ്ധീകരണത്താലുള്ള സന്തോഷം. അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, 15-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, ഐ ഹാവ് ടോൾഡ് ദീസ് ഓൾ തിങ്സ് ദാറ്റ് യു മേ ഹാവ് ജോയ് ആൻഡ് ജോയ് ഇൻ അബണ്ടൻസ്. ശുദ്ധീകരണം പ്രാപിച്ച് നിങ്ങൾക്ക് ഈ വചനം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ശുദ്ധീകരണമില്ലാത്ത സന്തോഷം താൽക്കാലികമാണ് ദൈവമക്കളെ. ദൈവവചനത്താൽ നമുക്ക് ലഭിക്കേണ്ടത് ശുദ്ധീകരണത്തിൽ കൂടെയുള്ള സന്തോഷമാണ്. നിത്യജീവനെ പ്രാപിക്കുവാൻ, അല്ലെങ്കിൽ ഒട്ടകം സൂചിക്കുഴയിൽ കൂടെ പോകുന്ന ദൈവരാജ്യ പ്രവേശനമെന്ന, അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, ഇടുക്കുവാതിലിലൂടെ അകത്ത് കടക്കുവാൻ പ്രവേശിപ്പീൻ. ഹല്ലേലൂയ. ഈ വഴി വളരെ ഇടുക്കം, ഞെരുക്കം, പോകുന്നവർ ചുരുക്കം. എന്താ ചുരുങ്ങിയത്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ പ്രവേശനം എപ്പോഴും ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി യേശുവിൻ്റെ അടുക്കൽ വന്ന മനുഷ്യൻ എനിക്ക് നിത്യരാജ്യം വേണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവനോട് ആവശ്യപ്പെടുന്നത്, നിന്നിൽ ആകായ്മ വല്ലതുമുണ്ടെങ്കിൽ വലിച്ചെറിയാൻ തയ്യാറാകണം, കുറവ് കണ്ടുപിടിക്കുവാൻ തയ്യാറാകണം. മറ്റുള്ളവരുടെ അല്ല, നമ്മുടെ കുറവ്. ദൈവവചനത്തിൻ്റെ പ്രത്യേകത അതാ. ദൈവവചനം എന്നാൽ കണ്ണാടിയുടെ മുന്നിലാണ് നമ്മൾ പോയി നിൽക്കുന്നത്. സ്തോത്രം. ദൈവവചനം എന്നാൽ അത് എവിടെ എല്ലായിടത്തും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലായിടത്തും പറയേണ്ടതായതുകൊണ്ട് പറയുന്നതാണ്. കണ്ണാടി കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞ ഈ കണ്ണാടിയുടെ കാര്യമല്ല പറഞ്ഞു. പിന്നെ മുഖം നോക്കുന്ന കണ്ണാടി, അതിന് നാട്ടിലെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ നിലക്കണ്ണാടി എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ നില എന്താണെന്ന് പറയുന്ന കണ്ണാടിയാണ്. ഇന്ന് രാത്രിയിലും കണ്ണാടി നോക്കിയിട്ടാണ് മിക്കവാറും പേര് ഇങ്ങോട്ട് വന്നത്. എന്തിനാണ് നിങ്ങൾ ഈ കണ്ണാടി നോക്കിയത്? ദൈവവചനം കണ്ണാടിയാണെന്നാണ് പറയുന്നത്. യാക്കോബ് പറയുന്നത് ദൈവവചനത്തിൻ്റെ കണ്ണാടി. എന്തിനാണ് കണ്ണാടി നോക്കുന്നത്? പറഞ്ഞാട്ടെന്നേ, ഈ ക്ഷീണവും ഉറക്കവും ചൂടും ഒക്കെ മാറാൻ നല്ലൊരു മരുന്ന് ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പറഞ്ഞാട്ടെ, സമയം അയ്യോ വർത്തമാനം പറഞ്ഞിട്ട് സമയം പോയത് അറിഞ്ഞില്ലോ എന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. എന്തിനാ കണ്ണാടി നോക്കുന്നത്? അവിടെ നിന്ന് ഇവിടെ മോൻ പറയാം, പോലെ മൈക്ക് കൊണ്ടല്ലോ മോൻ പറഞ്ഞു നല്ലതായിട്ടിരിക്കുമെന്ന് നോക്കാം. നമ്മൾ നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. നമുക്ക് നാട്ടുകാരും പറഞ്ഞ വിശ്വാസമല്ല, നമ്മൾ തന്നെ പറയണം നമ്മൾ നല്ലതാണെന്ന്. അപ്പം നമ്മൾ എന്തിനാണ് നോക്കുന്നത്? നമ്മുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയൊന്നുമല്ല. നമ്മൾക്കൊരു സ്വപ്നമുണ്ട് നമ്മളെക്കുറിച്ച്. ഇനി ശ്രദ്ധിക്കണം, ഞാൻ ഈ പറഞ്ഞ വചനമായിട്ട് ചേർത്ത് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നമുക്കൊരു സ്വപ്നമുണ്ട്. ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊരു രൂപമുണ്ട്. വി ഹാവ് എൻ ഇമേജ് വിത്തിൻ അവർ ഹാർട്ട് ഹൗ വി ഷുഡ് ലുക്ക് ലൈക്ക്, അല്ലേ? പക്ഷെ ആ കണ്ണാടി ചെന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ചിട്ട് അത്ര നിങ്ങളെ ഈ മൂക്കിനില്ല. ഹല്ലേലൂയ. ഞാൻ ഉദ്ദേശിച്ച പോലെ തല കറുത്തല്ല ഇരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ച പോലെ കണ്ണ് അങ്ങനല്ല. അപ്പം ഇത് നമ്മുടെ ഹൃദയത്തിലെ രൂപത്തോട് ഏകീഭവിക്കപ്പെടാൻ വേണ്ടിയാണ് കടയിൽ കിട്ടുന്ന സാധനമെല്ലാം വാരിക്കെട്ടി ഏകദേശം ഹൃദയത്തിലെ രൂപത്തോട് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ് ബാഗ് എടുത്തുകൊണ്ട് പുറത്തിറങ്ങുന്നത്. ഏകദേശം ഒരു പിടി കിട്ടിയേ ഞാൻ പറഞ്ഞത്. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അല്പം കൂടെ നിൽക്കും. ഓരോ സ്ഥലത്ത് പോകുന്നതനുസരിച്ച് ഏതാ നമ്മുടെ ഹൃദയത്തിലുള്ള മനസ്സിലുള്ള രൂപത്തോട് കണ്ണാടിയിൽ കണ്ട രൂപം ഒത്തുവരുമ്പോഴാണ് നമ്മൾ പുറത്തു പോകുന്നത്. ഇത് തന്നെ വചനം ചെയ്യുന്നത്. വചനത്തിന് നിങ്ങളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. The mirror explaining that how you should look like.
നിങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് വചനത്തിനൊരു സ്വപ്നമുണ്ട്. നമ്മുടെ നാക്ക് എങ്ങനെ ആയിരിക്കണം, നമ്മുടെ സംസാരം എങ്ങനെ ആയിരിക്കണം, നമ്മുടെ നടപ്പ് എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം, നമ്മുടെ കുടുംബ ബന്ധമായിരിക്കണം, സഭാബന്ധം എങ്ങനെ ആയിരിക്കണം, മക്കളെ വളർത്തുന്നത്, ഭാര്യയോട് ഭർത്താവിനോട്, ഇത് മുഴുവൻ വചനത്തിന് സ്വപ്നമുള്ളപ്പോൾ വചനമെന്ന കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതം ഇതുപോലെയല്ല. ഹല്ലേലൂയ. അങ്ങനെ വചനത്തിൽ കൂടെ നാം ശുദ്ധീകരണം പ്രാപിക്കുന്നു. ദൈവവചനത്തിലെ വാട്ട് എവർ ദ വേർഡ് ഡിമാൻഡ്സ്, ദൈവവചനം ആവശ്യപ്പെടുന്നത് ചെയ്തു കൊടുക്കുന്നതാ വചനത്താലുള്ള അനുസരണം എന്ന് പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ വചനം പറയുന്നത് അനുസരിക്കണം. ദൈവവചനം എന്ത് ആവശ്യപ്പെട്ടാലും ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഇവിടെ കൃഷിയുണ്ടെന്ന് അറിയത്തില്ല, ഇവിടെ ഇപ്പോൾ കൃഷിയുടെ സമയമൊക്കെയാണല്ലോ, അവിടെ കൃഷിയുണ്ട്. വളവും വെള്ളവും ഒഴിച്ചു കൊടുത്താൽ ഒരുമാതിരിപ്പെട്ട ചെടിയല്ല എന്ത് തരും? ഫലം കായ്ക്കും. ഒരുമാതിരിപ്പെട്ട വൃക്ഷങ്ങളൊക്കെ മര്യാദയ്ക്ക് വെള്ളവും വളവും ഒഴിച്ചു കൊടുത്താൽ ഫലം കായ്ക്കും. പക്ഷേ ഒന്നും വെള്ളവും കൊടുക്കുന്നില്ല, വളം ഇട്ട് കൊടുക്കുന്നില്ലെങ്കിലോ കരിഞ്ഞു പോകും. ഫലം കായ്ക്കാനെങ്കിൽ നമുക്ക് സാഹചര്യം എല്ലാം അനുകൂലമാകണം. ഇവിടെ വരുമ്പോൾ കസേര ഉണ്ടായിരിക്കണം ഇരിക്കാൻ, പാട്ടിന് നല്ല സൗണ്ട് ഉണ്ടായിരിക്കണം, പാട്ടുകാരുണ്ടായിരിക്കണം, കീബോർഡ് ഉണ്ടായിരിക്കണം, ഉത്സാഹിപ്പാൻ പാസ്റ്റർ ഉണ്ടായിരിക്കണം, കൈയടിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരുമാതിരിപ്പെട്ടവർക്കല്ല. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലോ നമുക്ക് കൈയടിയും വരത്തില്ല, പാട്ടും വരത്തില്ല, പ്രാർത്ഥനയും വരത്തില്ല. അധികം ഫലം കായ്ക്കണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനി പറയുന്ന വചനം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഫലം കായ്ക്കുന്നത് സാഹചര്യം അനുകൂലമാണെങ്കിൽ, ഡാഡി മമ്മി ഈസ് ഓക്കെ, വി ആർ റെഡി ടു ഡു എവറിത്തിങ്, ഹസ്ബൻഡ് ഈസ് ഓക്കെ, വൈഫ് ഈസ് ഓക്കെ, പേരൻസ് ആർ ഓക്കെ, എവറിത്തിങ് ഈസ് ഓൺ ഫേവർ ഓൺ മീ, എവറിത്തിങ് ഈസ് ഓക്കെ, അതൊരു കുഴപ്പമില്ല. പക്ഷേ അധികം ഫലം കായ്ക്കണമെങ്കിൽ സാഹചര്യങ്ങൾക്കപ്പുറത്ത്, ബിയോണ്ട് ദ സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങൾക്കപ്പുറത്ത് നമുക്കൊരു പ്രതിഷ്ഠ വേണം. എൻ്റെ ആത്മീയത്തെ നിയന്ത്രിക്കുന്നത് ഈ മണ്ണിൽ ആരുമല്ല. ആരുടെയും കയ്യടി അനുസരിച്ചല്ല എൻ്റെ പ്രസംഗം, ആരുടെയും കയ്യടി അനുസരിച്ചല്ല നമ്മുടെ പാട്ട്, ആരുടെയും അപ്രിസിയേഷൻ അനുസരിച്ചല്ല നമ്മുടെ ജീവിതം. എനിക്ക് ദൈവവുമായ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ആ ബന്ധത്തിന് അടിസ്ഥാനമാണ് നമ്മുടെ ആത്മീയ ജീവിതം. അങ്ങനെയെങ്കിൽ മാത്രമേ ഇന്ന് രാത്രി നിത്യജീവനെ നമുക്ക് ധാരാളമായി പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. 2 ഉദാഹരണം പറഞ്ഞ് ഞാൻ ഈ ഭാഗത്തേക്ക് സമയം പോലെ മടങ്ങി വരാം. ഒന്ന്, നീതിമാൻ പന പോലെ പറഞ്ഞാട്ട് തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു. 2 ഉദാഹരണത്തിൽ കൂടെയാണ് നമ്മുടെ ആത്മജീവിതത്തെ പ്രൂവ് ചെയ്യുന്നത്. നീതിമാൻ പന പോലെ തഴയ്ക്കും. പന കണ്ടിട്ടുണ്ടല്ലോ, വെള്ളം ഒന്നും വേണമെന്നില്ല, മരുഭൂമിയിൽ ആരൊഴിച്ചു കൊടുക്കാനാ. പക്ഷേ വെള്ളം ഒഴിച്ചാലും ഒഴിച്ചു കൊടുത്തില്ലേലും അത് തഴച്ചു വളർന്നിരിക്കും. തീരുമാനിച്ചു വേണം. ഹല്ലേലൂയ. ആരും എൻ്റെ കൂടെ നിന്നില്ലെങ്കിലും, ഒറ്റപ്പെട്ടു പോയാലും, ഒറ്റിക്കൊടുക്കേണ്ടി വന്നാലും, ജീവിതയാത്രയിലെ തകർച്ചയുടെ നടുവിൽ എൻ്റെ ഫലം കരിച്ചു കളയുവാൻ ഈ മണ്ണിലെ ക്ലേശങ്ങൾക്ക് കഴിയത്തില്ല, ഈ മണ്ണിലെ ദുഃഖങ്ങൾക്ക് കഴിയത്തില്ല. രോഗമെന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലും, ഈ ദേഹി മുഴുവൻ ദുഃഖത്താൽ തകർന്നാലും, എല്ലാം പ്രതികൂലമായാലും, ഒരു ദൈവ പൈതൽ ആത്മാവിൽ പാടും, ആത്മാവിൽ സ്തോത്രം ചെയ്യും. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ഇന്ന് രാത്രികാലം വിശ്വാസത്തിൻ്റെ കരുത്തുള്ള ദൈവമക്കളെയാണ് ദൈവസഭയ്ക്ക് ആവശ്യം. രോഗത്തിനോ ക്ഷീണത്തിനോ കട്ടത്തിനോ നിന്ദയ്ക്കോ അപമാനത്തിനോ പ്രതിസന്ധികൾക്കോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ ആത്മീയത്തെ ഉലയ്ക്കാൻ കഴിയത്തില്ല എന്ന് ക്രിസ്തുവിൽ ഉറച്ചിരിക്കുന്ന ഭക്തന്മാർക്കായി സ്തോത്രം. പന പോലെ തഴയ്ക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. 2ാമത്തെ ഉദാഹരണം, ലെബാനോനിലെ ദേവദാരു. ഇഷ്ടം പോലെ മഞ്ഞ് പെയ്യുന്ന ലെബാനോനിലെ കാടുകളിൽ ഇടതൂന്ന് വളരുന്ന ദേവദാരു. സാഹചര്യം അനുകൂലമാണെങ്കിലും ഞങ്ങൾ അഹങ്കരിക്കത്തൊന്നുമില്ല. ദേവദാരുവിനെ തഴച്ചു വളരുന്നത് ആലയത്തിൻ്റെ പണിക്ക് ഉപയോഗിക്കുവാൻ ദേവദാരു വൃക്ഷവും സരളവൃക്ഷവുമാണ് വെട്ടിക്കൊണ്ടുവരുന്നത്. എന്നെ അല്ലെങ്കിൽ സാഹചര്യം അനുകൂലമാണെങ്കിൽ ഞാൻ ദൈവത്തിന് പ്രയോജനപ്പെടും, പ്രതികൂലമാണെങ്കിലും എന്നെക്കൊണ്ട് ദൈവനാമ മഹത്വം ഉണ്ടാകും. ഈ ഒരു തീരുമാനം ദൈവമക്കൾ അങ്ങോട്ട് എത്തണമെന്ന്. അതിന് ഇയ്യോബ് പറഞ്ഞ ഒരു പദത്തിലേക്ക് നിങ്ങളെ ഞാൻ മനസ്സിലാക്കി തരാം. ഹല്ലേലൂയ. എങ്ങനെയാണ് ഒരു ദൈവ പൈതൽ വളരേണ്ടത്? ഇയ്യോബിൻ്റെ പുസ്തകം 29-ാം അധ്യായം, അതിൻ്റെ 19-20 വാക്യങ്ങൾ. ജോബ് ചാപ്റ്റർ 29 verse 19, 20 and 21. എൻ്റെ പേർ വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു. ഇവിടെ ശ്രദ്ധിക്കണമേ. ഇഫ് യു വാണ്ട് ടു പുട്ട് ഇറ്റ് ഓൺ ദ സ്ക്രീൻ യു ക്യാൻ സീ ദാറ്റ്. ഹല്ലേലൂയ. എൻ്റെ വേർ വെള്ളങ്ങളോളം എത്തുന്നു. ആരാ ഈ പറയുന്നത്? ഹല്ലേലൂയ. ജീവിതത്തിൽ സകല നഷ്ടവും കടന്നു വന്ന ഒരു മനുഷ്യനാണ്. 10 ശവക്കല്ലറയാ, 10 മക്കളുടെ ശവമടക്ക് കഴിഞ്ഞിരിക്കുന്ന ഒരു അപ്പനാണ്. ആ അപ്പൻ്റെ അടുക്കലേക്ക് ഹല്ലേലൂയ 4 ഹല്ലേലൂയ സ്നേഹിതന്മാർ കടന്നു വരുന്നു. എലിഫാസ്, ബിൽദാദ്, സോഫാർ, പിന്നെ ഒരു എലിഹു, 4 പേര് കടന്നു വരുന്നു.
ഇവർ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു, തിരിച്ച് ഇയ്യോബ് ചോദിക്കുന്നു. ആകമാനം അല്ലല്ല ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ബഹളമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. ഒടുവിലോട്ട് വരുമ്പോൾ 38-ാം അധ്യായം തൊട്ട് ദൈവവും ഇയ്യോബും തമ്മിലുള്ള സംഭാഷണമാണ്. ഇനി അതൊന്നും നമുക്ക് ഇയ്യോബിൻ്റെ കഥയല്ല എൻ്റെ വിഷയം. ഇയ്യോബിനെ സകലരും ആക്ഷേപിച്ച് ഇയ്യോബ് തൻ്റെ പ്രോസ്പെരിറ്റി, തൻ്റെ അഭിവൃദ്ധി കാലത്തെക്കുറിച്ച് പറയുന്നതാണ് 29-ാം അധ്യായം. അതിനകത്ത് മുഴുവനല്ല, ഞാൻ പട്ടണത്തിൽ ചെല്ലുമ്പോൾ എന്നെ കാണുമ്പോൾ അവനക്കാർ എഴുന്നേൽക്കുമായിരുന്നു, പ്രായമുള്ളവർ കൈകൊണ്ട് വാപത്തുമായിരുന്നു, അല്ലല്ല ഞാൻ എൻ്റെ കാല് വെണ്ണ കൊണ്ട് കഴുകിയിരുന്നു, അനാഥർക്ക് ഞാൻ പിതാവായിരുന്നു, വിധവർക്ക് ന്യായപാലകനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ചിലലിയ നല്ല കാലമൊക്കെ പറഞ്ഞ് യഹോവയുടെ സഹിത്വം, ദ ഫെലോഷിപ്പ് ഓഫ് ദ ലോർഡ് വാസ് അപ്പോൺ മൈ ടെന്റ്, യഹോവയുടെ സഹിത്വം എൻ്റെ കൂടാരത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഭിമാനത്തോടെ പറഞ്ഞിട്ട് ഈ കഷ്ടതയൊക്കെ വന്നിട്ടും ഞാൻ പിടിച്ചു നിൽക്കുന്നതിൻ്റെ രഹസ്യം ഇയ്യോബ് പറയുകയാണ്. ഹല്ലേലൂയ. എൻ്റെ വേർ വെള്ളങ്ങളോളം എത്തുന്നു. വെള്ളം ഒഴിച്ചു തന്നിട്ടല്ല ഞാനിവിടെ പിടിച്ചു നിന്നത്, വെള്ളം ഉള്ളടം തേടി എൻ്റെ വേര് പോകുന്നുണ്ട്. ആരും കാണാത്ത ഒരു വേരെനിക്കുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ അനുഭവിച്ച കഷ്ടതയുടെയും ശോധനതയുടെയും 100-1 അനുഭവിച്ച പലരും ഇന്ന് വിശ്വാസത്തിലില്ല. ഞാനും നിങ്ങളും കടന്നുപോയ പ്രതിസന്ധികളുടെ വെല്ലുവിളികളുടെ അടുത്തെത്തിയ പലരും ശുശ്രൂഷയിൽ ഇന്നില്ലാതിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഇന്നും ആവേശത്തോടെ രാത്രിയിൽ പാടുവാൻ കഴിയുന്നെങ്കിൽ, സ്തോത്രം പറയുവാൻ കഴിഞ്ഞെങ്കിൽ, അല്പസമയം മുമ്പ് കുഞ്ഞുങ്ങൾ പാടിയതുപോലെ പരീക്ഷ എൻ്റെ ദൈവം എന്നെ അനുവദിച്ചാൽ ഹല്ലേലൂയ പരിഹാരം അവൻ കരുതിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്തിനെന്ന് ചോദിക്കാതെ എരുതിയിൽ വീണാലും സിംഹത്തിൻ്റെ ഗുഹയിൽ അകപ്പെട്ടാലും ജീവിതയാത്രയിലെ വൈഷമ്യമേറിയ മേടുകളിൽ കൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങൾ പതറിപ്പോകാത്തതിൻ്റെ കാരണം ആരും അറിയാത്തൊരു വേര് ഞങ്ങൾക്കുണ്ട്. അത് വെള്ളങ്ങളോളം എത്തുന്ന വേരാണ്. ദൈവസ്നേഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നൊരു വേര്, ദൈവകൃപയിലേക്ക്, ദൈവാശ്രയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നൊരു വേര്, ദൈവവചനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നൊരു വേര്, ആരും അറിയാത്ത ഒരു പിടി ഞങ്ങൾക്കുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? ഹല്ലേലൂയ. ആർക്കും മനസ്സിലാകാത്ത, വി ഹാവ് എ ഹോൾഡ്, അല്ല ദ പീപ്പിൾ കനോട്ട് അണ്ടർസ്റ്റാൻഡ്, മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ഒരു പിടി ഞങ്ങളുടെ പക്കലുണ്ട്. വെള്ളങ്ങളോളം ഇറങ്ങിച്ചെല്ലുന്നൊരു വേര് ഞങ്ങൾക്കുണ്ടെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് അടുത്ത വാക്യം പറഞ്ഞത് എന്താ? അതുകൊണ്ട് എൻ്റെ കൊമ്പുകളിൽ മഞ്ഞ് രാപാർക്കുന്നു, എൻ്റെ കയ്യിൽ എൻ്റെ വില്ല് പുതുകി വരുന്നു. ഹല്ലേലൂയ. എൻ്റെ മഹത്വം എൻ്റെ കയ്യിൽ പച്ചയായിട്ട് തന്നെ ഇരിക്കുന്നു. നിങ്ങൾ നോക്കുമ്പോൾ ശരീരം മുഴുവൻ വ്രണമായിരിക്കാം. ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹെഡ് ടു ദ സോൾ ഓഫ് മൈ ഫീറ്റ് ഇറ്റ് മേ ബി ഫുൾ ഓഫ് സോർസ്. എല്ലാം വ്രണങ്ങളായിരിക്കാം, ശവക്കല്ലറയായിരിക്കാം. സ്നേഹിതർ ആക്ഷേപിക്കുന്നു, ഹല്ലേലൂയ സകലവും എനിക്ക് നഷ്ടമാണ്, ഒന്നുമില്ല. പക്ഷേ എൻ്റെ മഹത്വത്തിൻ്റെ നിറം മങ്ങിയിട്ടില്ലെന്ന്. ഹല്ലേലൂയ. കാരണം എന്താ? നിങ്ങളറിയാത്തൊരു വേരെനിക്കുണ്ടെന്ന്. ഇന്ന് രാത്രി സഹോദര സഹോദരി, ആർക്കും അറിയാത്തൊരു പിടി നിനക്കുണ്ട് കേട്ടോ. അത് ദൈവാശ്രയമാണ്. പ്രിയബാല ഹത്തുരാധന. ആർക്കും അറിയാത്തൊരു പിടി നിനക്കുണ്ട്, അത് മുഴങ്കാൽ മടക്കുന്നതാ. ആർക്കും അറിയാത്തൊരു വേര് നിനക്കുണ്ട്, അത് വചനത്തിൻ്റെ മുമ്പാകെ ഇരിക്കുന്നതാ. ആർക്കും അറിയാത്തൊരു വേര് നിനക്കുണ്ട്, അത് ദൈവത്തിൻ്റെ ഉറവയോളം ചെന്നെത്തുന്നതാ. ആർക്കും അറിയാത്തൊരു അനുഗ്രഹം നിനക്കുണ്ട്, അത് ലോകത്തിലാരും കണ്ടില്ലെങ്കിലും നിനക്കറിയാമോ? ഹല്ലേലൂയ. ആരും വെള്ളമൊഴിച്ച് തന്നിട്ടല്ല സഹോദരി നീ പച്ച പിടിച്ചത്, ആരും നിനക്ക് കൈത്താങ്ങൽ തന്നിട്ടല്ല സഹോദര നീ ഫലം കായ്ച്ചത്. ഹല്ലേലൂയ. അധികം ഫലം കായ്ക്കുന്നത്, രോഗം വന്നപ്പോൾ നീ ഫലം കായ്ച്ചു, വേദന വന്നപ്പോൾ നീ ഫലം കായ്ച്ചു, ഒറ്റപ്പെട്ടു പോയപ്പോൾ നീ ഫലം കായ്ച്ചു, കൂടെ നിന്നവർ ഓടിപ്പോയപ്പോഴും നിനക്ക് പാടാൻ പറ്റി. അതിൻ്റെ രഹസ്യം എൻ്റെ വേർ വെള്ളങ്ങളോളം എത്തുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രി? എത്ര പേർക്ക് ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കാൻ പറ്റും? എൻ്റെ വേർ വെള്ളങ്ങളോളം എത്തുന്നു, എൻ്റെ വേർ വെള്ളങ്ങളോളം എത്തുന്നു, എൻ്റെ വേർ വെള്ളങ്ങളോളം എത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ വിശ്വാസത്തിലേക്ക് ഒന്ന് ഉറയ്ക്കുവാൻ, ഒരിക്കൽ കൂടെ ദൈവകൃപയിൽ ഒന്ന് ഉറയ്ക്കുവാൻ, ഒരിക്കൽ കൂടെ ആവേശം ജനത്തിൻ്റെ നടുവിൽ കടന്നു വരുവാൻ, ഒരിക്കൽ കൂടെ പ്രത്യാശ വർദ്ധിക്കട്ടെ, ഒരിക്കൽ കൂടെ ധൈര്യം കൊണ്ട് നിറയട്ടെ, ഒരിക്കൽ കൂടെ നിരാശയെ ജയിക്കുന്ന ഒരു ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂരബാല ബഷഖമന ഹസ്യാരഗന വൈഡാമാന ഹതാരാധന അർക്കരമന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അയ്യോബ് ഏറ്റു പറഞ്ഞത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. ഐ വിൽ പ്രൂവ് മൈ വാക്ക് ബിഫോർ ഹിം. എൻ്റെ നടപ്പ് ഞാൻ തെളിയിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിവിടെ പഠിച്ചു വന്നത്, ദൈവവചനത്തിൽ കൂടെ നമ്മൾ അധികം ഫലം കായ്ക്കണം. ഹല്ലേലൂയ. ഇന്ന് പാട്ട് പാടി സന്തോഷം, പക്ഷെ പാട്ട് പാടാൻ മൂടില്ലാത്തപ്പോഴും പാട്ട് പാടുന്നവരായി മാറണം. ഹല്ലേലൂയ. ഒറ്റയ്ക്കൊക്കെ പാട്ട് പാടാൻ പഠിക്കണമെന്ന്.
ഗോലിയാത്തിനെ കൊന്നത് നാട്ടുകാരെല്ലാം അറിഞ്ഞു. ആരാ? ദാവീദ്. അല്ല, കാരണം അതെല്ലാവരും നോക്കി നിൽക്കുമ്പോഴല്ലേ. പക്ഷേ ഗോലിയാത്തിനെ കൊല്ലുന്നതിന് മുമ്പ് കാട്ടിൽ ആരും അറിയാത്ത ചരിത്രം ദാവീദിനുണ്ട്. ഞാൻ സിംഹത്തെയും കരടിയും കൊന്നിട്ടുണ്ട്. അതൊന്നും പബ്ലിക്കിൽ ആരും അറിഞ്ഞിട്ടില്ല. അവിടെ നിന്നുകൊണ്ടൊരു വാക്ക് പറഞ്ഞപ്പോൾ ആരറിഞ്ഞത്? ശൗൽ അറിഞ്ഞത്. സീക്രട്ട് ലൈഫിൽ നമ്മൾ ജയിച്ചവരായിരിക്കണം. ഹല്ലേലൂയ. ഹാവ് യു ഓവർകം the things of the temptation or things that are exalting against the perfect will of God. We need to bring it into submission. ജീവിതത്തിൻ്റെ കാടുകളിലും മേടുകളിലും ആരുമില്ലാതിരിക്കുമ്പോൾ ചിന്തകളെയും വിചാരങ്ങളെയും ഭാവങ്ങളെയും പിടിച്ചടക്കുന്ന ഒരു കൃപയുണ്ടായിരിക്കണമെന്ന്. ഹല്ലേലൂയ. ആ കാട്ടിൽ ആടിനെ പിടിക്കാൻ വന്ന സിംഹത്തെയും കരടിയെയും കൊന്നതുകൊണ്ടാണ് ഇന്ന് ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഭയപ്പെട്ടു പോകാഞ്ഞത്. പ്രതിസന്ധികളുടെ മുകളിൽ പതറാതിരിക്കണമെങ്കിൽ ജീവിതയാത്രയിൽ വചനത്താലുള്ള ശുദ്ധീകരണത്താൽ ശക്തി ഏറ്റെടുത്തവരായി മാറണം. ഹല്ലേലൂയ. അപ്പോൾ യേശു പറഞ്ഞു, ഇത് മനുഷ്യരാൽ അസാധ്യമാണ്, പക്ഷേ ദൈവത്താൽ. നമ്മൾ വായിച്ച മർക്കോസ് 10-ാം അധ്യായത്തിൻ്റെ 26-27 വാക്കുകളൊക്കെ വരുമ്പോൾ ഇത് മനുഷ്യരാൽ അസാധ്യമാണ്. ഒട്ടകം സൂചിക്കുടയിൽ കൂടെ പോകുക എന്ന് പറഞ്ഞാൽ മനുഷ്യരാൽ അസാധ്യമാണ്, പക്ഷേ ഇറ്റ്സ് പോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്തിന് സകലവും. അപ്പോൾ ദൈവവചനം എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കേണ്ടതെന്ന് ആ ഭാഗത്തൂടെ പറഞ്ഞ് 10-15 മിനിറ്റ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ദൈവവചന കേൾവിയിൽ ദൈവീകമായ ദുഃഖമാണ് ഉണ്ടാകേണ്ടത്. അതിൻ്റെ പേര് അനുതാപം എന്നാണ്. റിപ്പൻറ്റൻസ്, അനുതാപം. അല്ലാതെ ദുഃഖിച്ചങ്ങ് മടങ്ങി പോവുകയല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 54-ാം വാക്യം, വേറൊരു കൂട്ടർക്ക് ദൈവവചനം കേട്ടപ്പോൾ ദേഷ്യം വന്ന്, ഭയങ്കര ദേഷ്യമായി പോയി. വായിച്ചാട്ടെ, ആക്ട്സ് ചാപ്റ്റർ 7:54. ഇത് കേട്ടപ്പോൾ അവർ, സ്തേഫാനോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ആൾക്കാർക്ക് ദേഷ്യം വന്നു. പ്രൈസ് ഗോഡ്. ഈ പാസ്റ്റർക്ക് ഇതല്ലാതെ വേറൊന്നും ഇന്ന് പ്രസംഗിക്കാനില്ലായിരുന്നു ഒന്ന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്തേഫാനോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ആൾക്കാർക്ക്, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും പ്രസംഗിക്കുമ്പോൾ ദേഷ്യം വന്നിട്ടുണ്ടോ? നിങ്ങൾക്കാർക്കും വന്നിട്ടില്ല. പ്രൈസ് ഗോഡ്. എനിക്ക് വന്നിട്ടുണ്ട് പണ്ടൊക്കെ. ഹല്ലേലൂയ. ഇതിങ്ങനെ അങ്ങോട്ട് ചങ്കയിലോട്ട് കുത്തുന്ന പോലെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്കെന്തോ വരും? ദേഷ്യം വരും. ഇന്ന് ഞാൻ അവിടെ പോയത് ഒരു വിടുതലിൻ്റെ ശുശ്രൂഷയൊക്കെ കാണാൻ. അവിടെ ചെന്നപ്പോഴാണ് പാസ്റ്റർ വെച്ച് താങ്ങും നമുക്ക്. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ അവർ കോപപരവശരായി. ദേ ബിക്കം മാഡ്. അവർക്ക് ദേഷ്യം വന്നു. അനുദവിക്കണം. ഈ ദൈവവചനത്തോടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മുടെ മാറണം. 2 പേരുടെ കാര്യം പറഞ്ഞു. ഈ എല്ലാം ബൈബിളിലെ കഥയാകുമ്പോൾ നിങ്ങൾ മറന്നു പോകരുത്. 2 പേര്, ഹൗ ഡിഡ് ദേ റെസ്പോണ്ട് ടു ഗോഡ്സ് വേർഡ്? പാപബോധം വരുന്നത് നല്ലതാണ്. പാപബോധം വന്നാൽ വെദർ യു ആർ ടേണിംഗ് ടു ദ അല്ലെങ്കിൽ വേർഡ് ഓഫ് ഗോഡ് ഓർ ടേണിംഗ് ടു ദ റിലീജിയൻ, ദാറ്റ് മാറ്റേഴ്സ്. നിങ്ങൾ വചനം കേട്ട് നിങ്ങൾക്കുണ്ടാകുന്ന മാനസാന്തരം എന്താ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ജെനുവിനായിട്ട് ഉത്തരം പറയണം. അല്ലാതെ ലോജിക്കായിട്ടല്ല, ജെനുവിനായിട്ട് ഉത്തരം പറയണം. പത്രോസിൻ്റെയും ഇസ്കരിയോത്തി യൂദയുടെയും പാപത്തിൽ ആരുടെ പാപമായിരുന്നു വലുത്? ഹൂ സിൻ വാസ് ഹല്ലേലൂയ ലിറ്റിൽ സീരിയസ് ആസ് കമ്പയർ ടു ഈദർ പീറ്റർ ഓർ യൂഡ് ഇസ്കരിയോത്ത്? ആരുടെ പാപമായിരുന്നു വലുത്? പത്രോസിൻ്റെ. കാരണം പത്രോസ് എന്താ പറഞ്ഞത്? എനിക്കവനെ അറിയത്തില്ലെന്ന്. അത് ഒരു പ്രാവശ്യമാണ് പോട്ടെ, അബദ്ധം പറ്റിയെന്ന് പറയാം. പിന്നെ 2 പോട്ടെ, പിന്നെ മുടിയൊക്കെ പിച്ചി പറിച്ച് ഇത് പറയുന്നത് ഈ ബിഗാൻ ടു കേഴ്സ്, പ്രാകുവാനും ആണയിടാനും തുടങ്ങി. എനിക്കവനെ, നാട്ടുകാർ പറഞ്ഞു അങ്ങനല്ല, നിൻ്റെ സംസാരം കേട്ടിട്ട് ആരോട്ടിരിക്കുന്നു? പെന്തിക്കോസുകാരൻ്റെ കൂട്ട്, കേരള പെന്തക്കോസ് ചർച്ചിൽ പോകുന്ന വ്യക്തിയുടെ കൂട്ട് തന്നെ ഇരിക്കുന്നില്ല. സംസാരവും നോട്ടവും ഭാവവും ഒക്കെ കേട്ടിട്ട്. കാരണം നമ്മൾ ഈ കുറച്ച് നേരം ആൾക്കാർ, നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഭാര്യയും ഭർത്താവും ചിന്തിച്ചാട്ടെ. 2 വീട്ടിൽ ജനിച്ചു വളർന്ന്, 2 സംസ്കാരത്തിൽ ജനിച്ചു വളർന്ന്, കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 10-15 വർഷം കഴിയുമ്പോൾ നിങ്ങളെ കണ്ട് ഒരുപോലെ ഇരിക്കും. എന്താ കാരണം? ഒരേ ഫുഡ് കഴിക്കുന്നു, ഒരുപോലെ ചവയ്ക്കുന്നു, ഒരുപോലെ നടക്കുന്നു, ഒരുപോലെ സംസാരിക്കുന്നു. വി ആർ ഗോയിങ് ടു ഐഡൻറ്റിഫൈ ഈച്ച് അതർ. അങ്ങനെ ചോദിക്കത്തില്ലേ? കണ്ട ആങ്ങളെ മംഗളം പോലൊക്കെ അങ്ങനെ അല്ലയോ? അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. സ്തോത്രം. അല്ലെങ്കിൽ ഇന്ന് രാത്രി അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നമ്മൾ അങ്ങനെയാണ് ഏകീഭവിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ കുറച്ച് നാൾ നിങ്ങൾ ഈ ആത്മീയരൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ സംസാരം, നിൻ്റെ നടപ്പും നിൻ്റെ ഭാഷയും ഉച്ചാരണവും ഒക്കെ കണ്ടിട്ട് നീയും യേശുവിൻ്റെ കൂടെ ഉള്ളവനാണ് ഞങ്ങൾക്ക്. അപ്പോൾ നോക്കണം, 3.5 വർഷം കൊണ്ട് പത്രോസിൻ്റെ ശൈലി അങ്ങ് മാറിയായിരുന്നു. പക്ഷേ പുള്ളി ഇവിടെ നിന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കിയാണ്. ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ യൂദ ജെനുവിനായിട്ട് പറഞ്ഞു, ഐ നോ ജീസസ് എന്നാണ് പറഞ്ഞത്. ഇനി പൈസ വേണം, പക്ഷേ പുള്ളി പറഞ്ഞു എനിക്ക് അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. ചങ്കൂറ്റത്തോടെ പറഞ്ഞത്, പൈസ തരാമെങ്കിൽ ഏത് സ്ഥലത്ത് വെച്ച് ഞാൻ ആരെ കാണിച്ചു തരാം? ഐ നോ ജീസസ് എന്ന് പറയുന്നതാണോ ഐ ഡോണ്ട് നോ ജീസസ് എന്ന് പറയുന്നതാണോ ശരി തെറ്റ്? പക്ഷെ 2 പേരും പറ്റിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഉദ്ദേശം വേറെയായിരുന്നു. പത്രോസിന് പറ്റിയ ഗുണമെന്ന് പറയുന്നത്, പ്രൈസ് ഗോഡ്, അല്ലേ? മർക്കോസിൻ്റെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 75-ാമത്തെ വാക്യം, അവസാനത്തെ വാക്യം. മത്തായി 26-ന്റെ 75-ാമത്തെ വാക്യം. He remembered the word that Jesus told. യേശു അവനെ ഒന്ന് നോക്കിയപ്പോൾ എന്തോ ഓർത്തു?
നമ്മളിവിടെ വായിച്ചു വന്ന വചനമായിട്ട് ചേർത്ത് പറഞ്ഞാട്ട്, കർത്താവ് അവനെ നോക്കി സ്നേഹിച്ചു. നിനക്കൊരു കുറവുണ്ട്. യേശു അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഹി റിമെമ്പർഡ് ദ വേർഡ്. പ്രൈസ് ഗോഡ്. ഇതാണ് പാപബോധം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ജീവിതത്തിൽ തെറ്റുകളുണ്ടാകാം, തള്ളിപ്പറയാം, ജീവിതത്തിൽ പാപമുണ്ടാകാം, പ്രതിസന്ധി ഉണ്ടാകാം. പക്ഷെ വചനമോർത്താൽ ഹി റിട്ടേൺ ടു ദ വേർഡ്. ആദി ദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു. ഹല്ലേലൂയ. വചനത്തിൻ്റെ വാക്താവായിട്ട് യേശു അവനെ ഉയർത്തി. ആദരം കൊണ്ട് വചനം പറയുന്നവനെ ദൈവം അവനെ മാറ്റി. അനേകരുടെ ഹൃദയങ്ങളെ മുറിവേൽപ്പിക്കുന്ന വചനം പറയുവാൻ ദൈവം അവനെ ഏൽപ്പിച്ചെന്ന്. കാരണം ഹി റിമെമ്പർഡ് ദ വേർഡ്. എന്നാൽ യൂദയോ 27-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നോക്കിയാട്ട്, പിലാത്തോസിനെ ഏൽപ്പിച്ചു, അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുതപിച്ചു. 30 വെള്ളിക്കാശും എടുത്തുകൊണ്ട് ഹി ജസ്റ്റ് ഡയറക്ട്ലി വെന്റ് ഇൻ ടു ദ റിലീജിയസ് പീപ്പിൾ. അവൻ നേരെ പോയത് എങ്ങോട്ടാണ് പോയത്? മതത്തിൻ്റെ അടുക്കൽ, പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്തവനെ കാണിച്ചു കൊടുത്തു. അവർ പറഞ്ഞു, നീ എൻ്റെ കാര്യം നോക്കണം പറഞ്ഞു. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ദെയർ ഹി വുഡ് ഹാവ് റിമെമ്പർഡ് ദ വേർഡ്. യേശു പറഞ്ഞായിരുന്നല്ലോ, പത്രോസിനോട് പറഞ്ഞായിരുന്നു, നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന്. ഹി റിമെമ്പർഡ് ദാറ്റ്. യൂദയും കേൾക്കെ പറഞ്ഞല്ലേ, നിങ്ങൾ ഒരുവൻ എന്നെ ആ വാക്കോർത്ത്, വചനമോർത്ത് പൊട്ടിക്കരഞ്ഞിരുന്നുവെങ്കിൽ അവനും അനുദപിക്കുവാൻ അവസരമുണ്ടായിരുന്നു. ഇന്ന് രാത്രി മാനസാന്തരം വരുന്നത് വചനം ഓർക്കുമ്പോഴാണ്. ദൈവരാജ്, ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന ഏതാ? കർത്താവേ, വചനം കേൾക്കുമ്പോൾ എനിക്ക് അനുതാപമുണ്ടായി കോപമുണ്ടാകുകയല്ല, വചനത്തിലേക്ക് മടങ്ങുവാൻ, ദൈവവചനത്തിലേക്ക് മടങ്ങുവാൻ, ദൈവാരാധനയിലേക്ക് മടങ്ങുവാൻ ഇന്ന് രാത്രി ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചനത്തിലേക്ക് ദൈവസഭ മടങ്ങി വരട്ടെ. ദൈവവചനത്തോടൊരു ആർത്തി നമുക്കുണ്ടാകണം. ആർത്തി ഉണ്ടാകണം. ക്രേവ് ഫോർ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തോടൊരു ആർത്തി ഉണ്ടാകണം. നമ്മൾ ഈ 31-ാം തീയതി രാത്രി ഞാൻ പുസ്തകം മടക്കിയാൽ എനിക്ക് എളുപ്പം നിർത്താൻ പറ്റും. 31-ാം തീയതി രാത്രി നമ്മളൊരു തീരുമാനമൊക്കെ എടുക്കും. കർത്താവ് എനിക്ക് ആയുസ് തരുവാണെങ്കിൽ ഈ വർഷം, നിങ്ങളെടുത്ത തീരുമാനം എനിക്കെങ്ങനെ അറിയാവുന്ന, അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നത്, ഈ വർഷം ഞാൻ എന്ത് ചെയ്യും? വേദപുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും മുഴുവൻ വായിക്കും. ഇത് 7-ാം മാസം പ്രൈസ് കോഡല്ലേ, 24-ാം തീയതിയാണ് ഞാൻ നിൽക്കുന്നത്. ഒരു 7 അധ്യായം അടുപ്പിച്ച് വായിച്ചിട്ടുണ്ടോ? പ്രൈസ്. എന്തോ തീരുമാനം എടുത്തെന്നറിയോ? മക്കളെ, തീരുമാനമൊന്നും എടുത്തില്ലേലും വചനത്തോട് നമുക്കൊരു സ്നേഹം ഉണ്ടാകണം. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രൈസ്. ദൈവവചനത്തോട് സ്നേഹം ഉണ്ട്. ക്രേവ് ഫോർ ദ മിൽക്ക് എന്നാണ് പറഞ്ഞത്. ഒരു കൊച്ചു കുഞ്ഞ്, നിങ്ങളുടെ വീട്ടിൽ ജനിക്കുന്ന ഒരു ന്യൂ ബോൺ ബേബിക്ക് നിങ്ങൾ ടൈം ടേബിൾ എഴുതി കൈ കൊടുക്കുമോ? കുഞ്ഞെ, ജോസിൻ്റെ വീട്ടിലെ നിയമം എങ്ങനെയാണ്? ഞാൻ പറയാം, ഒരു പേരങ്ങ് പറഞ്ഞോളൂ, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കുതിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ജനിച്ച ന്യൂ ബോൺ ബേബിയുടെ അടുക്ക കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഇതാണ് ജോസിൻ്റെ വീട്ടിലെ നിയമം. ഇവിടെ രാവിലെ 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്, ഇവിടെ 12 മണിക്ക് ലഞ്ച്, 6 മണിക്ക് ഡിന്നർ കഴിഞ്ഞ് മര്യാദക്കിരുന്നോണം. ഞാൻ ഇവിടെ അപ്പുറത്ത് വേറൊന്നും കൊച്ചു കുഞ്ഞോട് അങ്ങനെ പറയാൻ പറ്റുമോ? കരയുക, പാല് കൊടുക്കുക, കരയുക. ഇതാ വചനം 1 പത്രോസ് 2:1 പറയുന്നത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ ക്രേവ് ഫോർ ദ ഹല്ലേലൂയ പ്യുവർ മിൽക്ക്, ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തോടൊരു ആർത്തി ഉണ്ടാകണം നമുക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വർഷം മുഴുവൻ ബൈബിൾ വായിക്കുമെന്നല്ല, ഒരു വാക്യം വായിച്ചുള്ളെങ്കിലും എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് വായിക്കണം. വചന ഹൃദയത്തിനകത്ത് കുത്തുകൊള്ളണമെന്ന്. ഹല്ലേലൂയ. നമ്മൾ ബൈബിൾ വായിച്ചാൽ എങ്ങനെ വായിക്കുന്നത്? സ്തോത്രം. യേശുവിനെ ഉദാഹരണം, ഇതെല്ലാം നമുക്ക് ഉദാഹരണമല്ല, യേശുവിനാണ് കിട്ടേണ്ടത്, വേറെ ആരും പഠിക്കണ്ട. ലൂക്കോസ് 4-ാം അധ്യായത്തിൽ യേശു നസറേത്തിലെ പള്ളിയിലേക്ക് പോകുന്ന സംഭവമുണ്ട്. അല്ലെങ്കിൽ മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ഉപവാസമൊക്കെ കഴിഞ്ഞിട്ട് ആത്മനിറവോടുകൂടി യേശു നസറേത്തിലെ പള്ളിയിൽ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവർ കയ്യിൽ വായിക്കാനൊരു പുസ്തകം എടുത്ത്, ഇന്നത്തെ പോലെ പിന്നെ പോക്കറ്റിൽ കൊണ്ട് നടക്കുന്ന ബുക്കൊന്നുമല്ല, പോക്കറ്റ് ബൈബിളൊന്നുമല്ല, പിന്നെ ചുരുളാണ് കൊടുത്തത്. വാക്യവും ഇല്ല, അധ്യായമില്ല. ഇത് വാക്യവും അധ്യായം കൊണ്ടായിട്ട് കണ്ടുപിടിക്കാൻ എന്ത് പാടാം നമുക്ക്. ഇതെല്ലാം പറഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ പിന്നെ നമ്മളെ മടയന്മാരും മണ്ടന്മാരും ആക്കി തീർക്കാൻ വേണ്ടി സ്ക്രീനിലെല്ലാം ഇത് വന്നതിന് ശേഷം സത്യത്തിൽ വേദപുസ്തകത്തിൽ എവിടെ വാക്യം അധ്യായം ആർക്കും എൻ്റെ കൂട്ടത്തിലുണ്ടാവും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമുക്കിതൊക്കെ നോക്കാൻ ബുദ്ധിമുട്ടല്ലേ? പണ്ടത്തെ ആൾക്കാർക്ക് ഇങ്ങനെ പിടിച്ച് അറിയാമായിരുന്നു അധ്യായം എവിടെ, വാക്യം എവിടെ എന്നൊക്കെ. ഇപ്പോൾ നമുക്കിതൊന്നും അറിയത്തില്ല. തുറക്കാത്ത എത്രയോ ബൈബിളുണ്ട്. ചർച്ചിലാണെങ്കിൽ 100-300 ബൈബിള് ഉടമസ്ഥന്മാരില്ലാതെ ഇരിപ്പുണ്ട്. ഫോണൊക്കെ മിസ്സായാൽ 7 മിനിറ്റിനുള്ളിൽ ഓഫീസിൽ ഫോൺ വരും, ഫാസ്റ്റ് ചർച്ചിൽ ആരെങ്കിലും ഉണ്ടോ, എന്ത് മിസ്സായിട്ടുണ്ട്? ഫോൺ മറന്നുപോയി, ബൈബിള് മിസ്സായെന്നും പറഞ്ഞുകൊണ്ട്, ഞാൻ ബൈബിൾ എടുക്കാൻ മറന്നുപോയെന്നും പറഞ്ഞുകൊണ്ട് ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. കാരണം പക്ഷേ ഇതാണെങ്കിൽ അതുകൊണ്ടാണല്ലോ എന്തെങ്കിലും കാണാതെ ആൾക്കാരൊക്കെ പറഞ്ഞില്ല, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് സാധനം ഉണ്ടെങ്കിൽ വേദപുസ്തകത്തിൽ വെച്ചാൽ മതി, ആരും അത് എടുക്കത്തില്ലെന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഈ വചനത്തിൻ്റെ ശക്തി അങ്ങോട്ട് മനസ്സിലാക്കണമെങ്കിൽ യേശു ഹല്ലേലൂയ അവിടെ ചെന്നു.
തിരുവെഴുത്ത് തുറന്നെന്നാണ് വായിക്കുന്നത്. ഞാൻ പറഞ്ഞ ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 14 വാക്യങ്ങളാണ്, അതിന് മുമ്പുള്ള വാക്യങ്ങളാണ് നസ്രയത്ത് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കണ്ടു. വെൻ ഹി ഓപ്പൺ ദ സ്ക്രിപ്ചർ ഹി സോ ഹിംസെൽഫ് ഇൻ ദ ബൈബിൾ. വേദപുസ്തകം തുറന്നാൽ നമ്മൾ ആരെക്കുറിച്ച് കാണണം? നമ്മളെക്കുറിച്ച് കാണണം. വാട്ട് ഈസ് റിട്ടൺ അബൌട്ട് മീ. ഇന്ന് രാവിലെ അത് 40-ാം സങ്കീർത്തനമോ 41-ഓ 23-ഓ എന്തും ആയിക്കൊള്ളട്ടെ, നിങ്ങളെക്കുറിച്ച് കാണുന്നതാ വചന വായന. ദൈവരാജ്യ പ്രവേശനം എങ്ങനെ സാധ്യമാകും? യു നീഡ് ടു ഫൈൻഡ് യുവർ സെൽഫ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ക്രിസ്തുവിനെ കുറിച്ച് അറിയാനാണ്, പക്ഷെ നിങ്ങളെക്കുറിച്ച് കാണണം. ഇനി യേശു എപ്പോഴാണ് മടക്കി വെച്ചത്? അല്ലേ, നമ്മളെപ്പോഴാണ് മടക്കി വെക്കുന്നത്? 23-ാം സങ്കീർത്തനം ഏറ്റവും ചെറുതായതുകൊണ്ട് നിങ്ങൾ നോക്കിയാട്ട്, നിങ്ങളുടെ പുസ്തകം ബൈബിളിലുള്ളൊരു പഴയ ബൈബിളുള്ളവരൊന്ന് മടക്കി വെച്ച് നോക്കിയാട്ട് വയറുന്തിയ പോലെ കണ്ടോ സങ്കീർത്തനം ഇരിക്കുന്നത്? കാരണം നല്ല അകലമുള്ള അക്ഷരം, നല്ല എളുപ്പമുണ്ട് വായിക്കാവുന്നതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് എന്താണ്? സങ്കീർത്തനം. കോവിഡിൻ്റെ കാലത്ത് 91 വായിച്ച് ഇടപാട് തീർന്നവരാ. എന്നിട്ടും എത്രയോ ദിവസം മരുന്ന് കഴിക്കേണ്ട ഗതികേടൊക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് സാധിപ്പിച്ചെടുക്കേണ്ട വചനമല്ല, ദൈവവചനത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുന്നതാണിത്. നെവർ പ്രിപ്പയർ വേർഡ് ഫോർ യുവർ സേക്ക്, യു നീഡ് ടു പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദ സേക്ക് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിന് വേണ്ടി നമ്മളെ ആക്കിയെടുക്കുന്നതാ വചനമെന്ന് പറയുന്നത്. സ്തോത്രം. അവൻ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കണ്ടു. ദരിദ്രന്മാരോട് സുവിശേഷം ചെറിയിപ്പാൻ യഹോവയുടെ അഭിഷേകം എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞുള്ള ആ വായന കഴിഞ്ഞിട്ട് പുസ്തകം മടക്കി വെച്ചു പോയി ഇരുന്നെന്നാണ് വായിക്കുന്നത്. നെവർ സിറ്റ് ഡൗൺ, നെവർ സ്റ്റോപ്പ് റീഡിങ് ഗോഡ്സ് വേർഡ് അണ്ടിൽ യു ഫൈൻഡ് യുവർ സെൽഫ് ആൻഡ് യുവർ മിഷൻ ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദൗത്യം ഹിതം തിരിച്ചറിയുന്നത് വരെ വചനം വായിക്കണം. ഹല്ലേലൂയ. അതായിരിക്കട്ടെ ഇന്ന് രാത്രി നിത്യരാജ്യ പ്രവേശനം എങ്ങനെ സാധ്യമാക്കാം. ഒരു ഭാഗം കൂടെ പറഞ്ഞ് എന്നോട് വിടുകയാണ്. നിനക്കൊരു കുറവുണ്ടെന്ന് പറയുമ്പോൾ അത് എന്നെ നന്നാക്കാനുള്ളതാണെന്നുള്ള ബോധ്യം വരെ അത് ഓടി ഒളിക്കുന്ന യൗവനക്കാരനെ പോലെയല്ല. വചനം കേൾക്കുമ്പോൾ വചനത്തിൻ്റെ മുമ്പാകെ അനുസരണത്തോടെ ഇറങ്ങിത്തിരിക്കണം ഇന്ന് രാത്രി. ഈ ഉപവാസ പ്രാർത്ഥന ദൈവസഭയിൽ ദൈവമക്കൾക്ക് ദൈവവചനത്തോട് ആർത്തി കൂടുന്നതായിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. One of the other day when we were conducting a fasting prayer in a place, that was the only message I preached throughout the fasting prayer. The people should come back to the word of God. Young or old, it doesn't matter their language or culture or hallelujah their lifestyle. I don't care about that. We want the people to return to the word of God. ദൈവവചനത്തിലേക്ക് ദൈവമക്കൾ മടങ്ങി വരണം. ഈ സഭയിലും ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ആശിക്കുന്നു, ദൈവമക്കൾ ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. അല്ലല്ലേ, അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 39-ാമത് വാക്യം. Acts chapter 8 verse 39. അവൻ സന്തോഷിച്ചും കൊണ്ട് പിന്നെ അവൻ സന്തോഷിച്ച് തൻ്റെ വഴിക്ക് പോയി. ഹല്ലേലൂയ. എത്യോപ്യ രാജ്ഞിയായുടെ മന്ത്രിയായ ധനവാനായ ആ ഷണ്ണൻ്റെ കഥയാണിത്. ദൈവവചനം കേട്ടു, അവന് മാനസാന്തരം ഉണ്ടായി, കൽപ്പന അനുസരിച്ചു. വീട്ടിൽ പോകുന്നത് എങ്ങനെയാണ് പോകുന്നത്? സന്തോഷത്തോടെ. സ്നാനം നടത്തിയ പാസ്റ്റർ എങ്ങോട്ടോ പോയി, അതൊന്നും നമുക്ക് വിഷയമൊന്നുമല്ല കേട്ടോ. സ്നാനപ്പെടുത്തിയവരും സഭ നടത്തിയവരും കൂടെ നിന്നവരും അതൊന്നുമല്ല നമ്മുടെ വിഷയം. അവന് വചന കേൾവിയാൽ he becomes so glad and happy by the hearing of the word of God. അപ്പോൾ അതൊന്ന് പറഞ്ഞ് വേഗം നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. യെരുശലേം ദേവാലയത്തിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി 600 മൈൽ യാത്ര ചെയ്താണ് ആര് വന്നിരിക്കുന്നത്? എത്യോപ്യയിൽ നിന്ന് യെരുശലേമിലേക്കുള്ള ദൂരമാണ് ഈ പറഞ്ഞത്. ഏകദേശം 600 മൈലുണ്ട്, 800 കിലോമീറ്റർ ഉണ്ട്. നമ്മളാണെങ്കിൽ ഇത്രയും തന്നെ വരുന്നത് എന്ത് കട്ടപ്പെട്ട വരുന്നറിയാം. 600 മൈൽ. അവിടെ വന്നപ്പോൾ അവിടെ ബോർഡ് വെച്ചിരിക്കുന്നു, നോ എൻട്രി. ആർക്കാ? ഇവനെ. ഇവിടെ നമ്മൾ 2 കൈ നീട്ടി സ്തോത്രം പറയേണ്ട, സ്തോത്രകാഴ്ച ഇടണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ആരും വരുന്നില്ല അല്ലേ. ഇവിടെ വന്നപ്പോൾ പറഞ്ഞ് ഇങ്ങനെയുള്ളവർക്ക് ആരാധിക്കാൻ പറ്റത്തില്ല. അത് കാരണം ലേവ്യ പ്രമാണം അനുസരിച്ച് ശാരീരിക ബലഹീനതയുടെ ഒരു ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരുവനാണ് ഹല്ലേലൂയ. എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയാണ്, ധനകാര്യമന്ത്രിയാണ്, ഇച്ചിരി പൂരം ബോധമുള്ളതൊക്കെയാണ്. പക്ഷേ പള്ളി വന്നപ്പോൾ പ്രമാണമൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളിക്ക് ഭയങ്കര വേദനയായിപ്പോയി, അകത്ത് കയറാൻ പറ്റില്ല. പിന്നെ ജാതികളുടെ പ്രാകാരം എന്ന് പറഞ്ഞൊരു പ്രാകാരമുണ്ട്. അവിടെ ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു. ബുക്ക് സ്റ്റാളിൽ നിന്ന് എന്തോ കിട്ടി? യെശയ്യാ പ്രവാചകൻ്റെ ചുരുൾ കിട്ടി. ഇത് വാങ്ങിച്ചുകൊണ്ട് പുള്ളി കുതിരവണ്ടി കയറി തിരിച്ചു പോവുക. സഭായോധന വന്നിട്ട് ആരാധിക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ട്, ഇവിടെ വന്നിട്ട് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടില്ലെന്ന് നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ, പ്രൈസ്. അപ്പോൾ പാസ്റ്റർ പറയാണ്, ഇന്ന് ഉച്ച കഴിഞ്ഞ് ചാക്കോച്ചൻ്റെ വീട്ടിലെ സഭ എന്തൊരു സന്തോഷമായിരിക്കും. ഞാൻ പറഞ്ഞത് നല്ല കാര്യമല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഇരിക്കാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ ഹല്ലേലൂയ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. നിങ്ങൾ വിഷമിച്ച് പോകുമ്പോൾ പാസ്റ്റർ പറയുകയാണ്, ഇന്ന് വൈകിട്ട് ഞങ്ങൾ എല്ലാവരും വന്ന് അച്ഛൻ്റെ വീട്ടിൽ ഇരുന്ന് എന്ന് പറഞ്ഞ പോലെ ഇവിടെ നടന്നത്. ഈ പുള്ളി വിഷമിച്ച് പോകുമ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അന്ന് ആ നാട്ടിൽ അവൈലബിൾ ആയിരുന്ന ഏറ്റവും വലിയ ഇവാഞ്ചലിസ്റ്റിൻ്റെ അടുക്കിലോട്ട് ചെല്ലുകയാണ്. ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ ശമരിയ പട്ടണത്തെ ഇളക്കി മറിക്കുക.
അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം ഭൂതങ്ങൾ അലറി ഓടുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പട്ടണം മുഴുവൻ ഇളകി മറിയുന്ന ശുശ്രൂഷ, മെഗാ ക്രൂസൈഡ്, മിറക്കിൾ ക്രൂസൈഡ്, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ബ്ലസ് എഡ്മണ്ടനൊക്കെ നടന്നുകൊണ്ടിരിക്കും. അന്നേരമാണ് ചെവിക്കകത്തോട്ട് വന്നിട്ട് ദൈവാത്മാ പറഞ്ഞു, നീ എഴുന്നേറ്റ് ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക്, ആളും പേരും ഉള്ളിടത്തല്ല, പിന്നെ നിർജ്ജന വഴിയേക്ക് ക്രൂസൈഡിൽ പ്രസംഗിക്കുന്ന പാസ്റ്ററോട് പറയുക, ഹല്ലേലൂയ, എവിടെ പോകാൻ പറഞ്ഞു? പരസ്യം നടത്താൻ പോകാൻ. ഒന്നും ചോദിച്ചില്ല, നേരെ ഒറ്റ പോക്കാണ്. ഇനി ശ്രദ്ധിക്കണം. അങ്ങനെ പോകുമ്പോഴാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം തേരിലിരുന്ന് ആര് വായിക്കുക? ഈ ഷണ്ണൻ. ഒരു സാധനം മനസ്സിലാകുന്നില്ല, എന്നിട്ട് വായിച്ചുകൊണ്ടിരിക്കും. ഇവിടെ മനസ്സിലായിട്ട് നമ്മൾ വായിക്കുന്നില്ലല്ലോ ഈ പുള്ളിക്കിത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഒന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണല്ലോ ചോദിച്ചത്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ? അതിൻ്റെ അർത്ഥം പുള്ളി മനസ്സിലായിട്ടൊന്നുമല്ല. ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകം വായിച്ച് വെള്ള കുതിരയും കറുത്ത കുതിരയും ഒന്നും നമുക്ക് എന്ത് ചെയ്യത്തില്ല. ഈ ചുമ്മാ വായിച്ചുകൊണ്ടിരിക്കണം. കുറേ നാൾ കഴിയുമ്പോൾ വെളുപ്പെന്താ കറുപ്പെന്താ നമുക്ക് ബോധ്യം വരുമെന്ന്. അല്ലാതെ നിങ്ങൾ ഈ അവിടെ കേൾക്കുന്ന പൊട്ട വ്യാഖ്യാനം, അവിടെ കിട്ടുന്ന പുസ്തകത്തിലെ വ്യാഖ്യാനം കൊണ്ട് തൃപ്തിപ്പെടാതെ ഈ വചനത്തെ വചനം കൊണ്ട് തന്നെ വായിച്ചുകൊണ്ടിരിക്കെ കുറേ കഴിയുമ്പോൾ എസക്കിയേൽ എന്താ പറഞ്ഞതെന്ന് മത്തായി നിങ്ങൾക്ക് മനസ്സിലാകും. കുറേ കഴിയുമ്പോൾ മർക്കോസ് എന്താ പറഞ്ഞതെന്ന് ലൂക്കോസി മനസ്സിലാകും. വചനം ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെദർ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഓർ നോട്ട്, കീപ്പ് ഓൺ റീഡിങ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരും. അന്നേരം നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങൾക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഇവിടെ നിന്നുകൊണ്ട് ഒരു ദൈവദാസൻ അലറിക്കേറി പ്രസംഗിച്ചതിനേക്കാൾ നിങ്ങൾ വായിച്ച പുസ്തകത്തിലെ മർമ്മം, വചനത്തിലെ വെളിപ്പാട് നിങ്ങളുടെ ഹൃദയത്തിൽ വരുമ്പോൾ നിങ്ങൾ മതിമറന്ന് പാടും, നിങ്ങൾ മതിമറന്ന് ആരാധിക്കും, നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് തുള്ളിച്ചാടി നൃത്തം ചെയ്യും. ഹത്തരാധകന നെവർ എവർ ബി സാറ്റിസ്ഫൈഡ് ബൈ വാട്ട് യു ആർ ഹിയറിംഗ് ഫ്രം ദ പുൽപിറ്റ്. പുൽപ്പിറ്റിൽ നിന്ന് കേൾക്കുന്നത് മാത്രം കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു ആത്മീയമല്ല. നിങ്ങളുടെ അകത്ത മുറിയിൽ നെഞ്ചോട് ചേർത്ത് വെച്ച് വചനത്തെ ധ്യാനിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നാം വരണം. അങ്ങനെയുള്ള ഭക്തന്മാരാ പാട്ട് എഴുതിയത്. നമ്മളിവിടെ കിടന്നുകൊണ്ട് ഈ വാരിതിയിൻ വൻതിരയിൻ തള്ളലേറ്റ് ഞാൻ മുങ്ങിടാതെ പ്രിയൻ എൻ്റെ ബോട്ടിലുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് ഭക്തന്മാർ അകത്ത മുറിയിൽ വായിച്ച വചനം ഹൃദയത്തിൻ്റെ മാംസപ്പലയിൽ ആവേശമായി വന്നപ്പോൾ അവിടെ ആദരത്തിൽ കൂടെ അത് പാട്ടായി പുറത്തു വന്നു. നിങ്ങളും ട്യൂണുള്ള പാട്ടൊന്നും എഴുതിയില്ലെങ്കിലും നിങ്ങളുടെ വേദനയിൽ പാടത്തക്കവണ്ണം, നിങ്ങളുടെ കഷ്ടതയിൽ പാടത്തക്കവണ്ണം ആരും കൈവെക്കാതെ നിങ്ങൾക്കും സൗഖ്യം ലഭിക്കേണ്ടതിന് വചനത്തെ ആലിംഗനം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2, ഇവൻ എങ്ങനെയാണ് വായിച്ചത്? പ്രൈസ്തലിയ. കുതിരവണ്ടിയല്ല പോകുന്നത്, നല്ല വഴിയൊന്നുമല്ല, ഗസയ്ക്കുള്ള നിർജ്ജന വഴിയാണ്. നല്ല ടാറിട്ട റോഡൊന്നുമല്ല. കുതിരവണ്ടിക്ക് ഒന്നാമതൊരു ശബ്ദമുണ്ട്, കാരണം കട്ടർ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു സൗണ്ട്. നിർജ്ജന വഴി ആയതുകൊണ്ട് അതിൽ മനുഷ്യൻ പോകുന്നതല്ല. 2, അല്ലല്ല, ഈ കുതിരയ്ക്കൊരു ശബ്ദമുണ്ടല്ലോ, ബഹളമുണ്ട്. ഈ കുതിര ഓടിക്കുന്ന ആൾക്ക്, ഈ കാളവണ്ടി ഓടിക്കുന്നതിനെ കണ്ടിട്ടില്ലേ? ഒരു കാരണമില്ലെങ്കിലും കാളെ അടിച്ചുകൊണ്ട്, ഒരു കാരണമില്ല, ചുമ്മാ അടിച്ചുകൊണ്ടിരിക്കുക. ഒരു രസമാണ് അവർക്ക് അടിക്കുന്നത്. അങ്ങനെ അടിച്ചുകൊണ്ട് പോയി. ഇത്രയും ഒച്ച, കുതിരവണ്ടിയുടെ ഒച്ച, പിന്നെ ഈ കുതിരയുടെ ഒച്ച, കുതിരക്കാരൻ്റെ ഒച്ച, ഈ വണ്ടിയുടെ സൗണ്ട്, പിന്നെ ഓടി വരുന്ന ഉപദേശി 6 പറയും. പുള്ളി പിന്നെ മോട്ടോർ ബൈക്കിലൊന്നുമല്ല വരുന്നത്, പിന്നെ എങ്ങനെ വരുന്നത്? ഓടിയാണ് വരുന്നത്. 40 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന കുതിരവണ്ടിയുടെ പുറകെ അണച്ചണച്ച് ഓടുന്ന ഉപദേശിക്ക് മനസ്സിലായി ഏത് പുസ്തകമാണ് വായിച്ചത്. അപ്പോൾ എന്ത് ഉറക്കായിരിക്കും പുള്ളി വായിച്ചത്? ഹല്ലേലൂയ. ദൈവവചനം ഉറക്കെ പറയണം ദൈവമക്കളെ. ദൈവവചനം തുറന്ന് പറയണം, ഹൃദയത്തിൽ ധ്യാനിക്കണം. നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ. അതുകൊണ്ട് സംഘത്തിനക്കാരൻ പറയുന്നു, ഞാൻ യഹോവയിൽ അവൻ്റെ വചനത്തിൽ പുകഴും. വചനത്തെ അല്ലെങ്കിൽ ഉയർത്തണമെന്ന്, ദൈവവചനത്തെ ഉയർത്തി പറയണം. ആ വചനം വായിച്ച വചനം പൊരുളങ്ങോട്ട് തിരിച്ചു കൊടുത്തു. യേശുവിനെ കുറിച്ച് സംസാരിച്ചു. അത് കേട്ട് സ്നാനക്കടവിലേക്ക് ഇറങ്ങിയവൻ്റെ സന്തോഷമാണ് ഞാൻ ഈ പറഞ്ഞത്. വചനം ഒടുവിൽ നിങ്ങളെ സന്തോഷത്തിൽ കൊണ്ടെത്തിക്കും. ദ മോമെൻറ്റ് യു ഒബേ the word of God, that will bring joy, an abundant joy into your life. ഇന്ന് രാത്രി ആരൊക്കെ വചനം അനുസരിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ ദൈവം സന്തോഷം കൊണ്ടുവന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വചനത്തോട് മുഖം തിരിക്കാതെ ഇന്ന് രാത്രി 2ാമത്തെ പ്രാർത്ഥന, കർത്താവേ, ദൈവരാജ്യ പ്രവേശനം എനിക്ക് എങ്ങനെ സാധ്യമാകും? വചനം അനുസരിച്ചാൽ ദൈവരാജ്യ പ്രവേശനം ധാരാളമായി സാധിക്കും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു തീരുമാനം എടുത്താട്ടെ, എനിക്ക് ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളിലേക്ക് മടങ്ങണം. പ്രസംഗം കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ചെയ്യത്തില്ല. ഇത് യൂട്യൂബിൻ്റെ കാലഘട്ടമാണ്, ഫേസ്ബുക്കിൻ്റെ കാലഘട്ടമാണ്. എവിടെ തുറന്നാലും നിങ്ങൾക്ക് പ്രസംഗങ്ങൾ ഇഷ്ടം പോലെ കിട്ടും. അല്ല, ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അല്ല, ഒരാൾ പ്രസംഗിച്ച് ഒരു പ്രസംഗം തന്നെ അടുത്ത ആൾ, ഞാൻ പ്രസംഗിച്ച് ഒരു പ്രസംഗം അടുത്ത ആൾ വേറെ ടൈറ്റിലിട്ട് ഇങ്ങനെ പ്രസംഗങ്ങളുടെ ബഹളമാണ്. അതിലെല്ലായിടത്തും ഉണ്ട്. അതൊന്നുമല്ല. ഇന്ന് രാത്രി നിങ്ങളും ദൈവവചനമായൊരു വ്യക്തിപരമായ ബന്ധം, അതിനുവേണ്ടി ഒരു പ്രാർത്ഥന ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ എത്ര പേര് തയ്യാറാകും? കാരണം നിങ്ങളുടെ രോഗസൗഖ്യം നടക്കുന്നത് വചനത്താലാണ്. ഡു യു ബിലീവ് ദാറ്റ്? അവൻ വചനം അയച്ചവരെ. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് എ ടാലൻറ്റഡ് ഓർ എ ഗിഫ്റ്റഡ് സെർവൻറ്റ് ഓഫ് ഗോഡ് പ്രേയിങ് ആൻഡ് ലേയിങ് ഹിസ് ഹാൻഡ്സ് അപ്പോൺ യു.
അതതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. സൗഖ്യം നടക്കുന്നത് വചനത്താലാണ്. ഇന്ന് രാത്രി രോഗസൗഖ്യം നടക്കുന്നത് ദൈവവചനത്താൽ. അവൻ തങ്ങളുടെ വചനമയച്ച് അവരെ ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉളവാക്കിയത് ദൈവവചനത്താലല്ലേ? കെടുന്ന ബീജത്താലല്ല, കെടാത്ത ബീജത്താലല്ലേ, ദൈവവചനത്താലല്ലേ നാം വീണ്ടും ജനം പ്രാപിച്ചത്? നാം വളരുന്ന ദൈവവചനത്തിലല്ലേ? ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയിൽ from the little one to the older one, make a strong and solid commitment. I want to return to the word of God. എനിക്ക് ദൈവവചനത്തിലേക്ക് മടങ്ങി വരണമെന്ന് ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കാൻ എത്ര പേര് തയ്യാറാകും? എല്ലാ കണ്ണുടച്ചാട്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആരും മൗനമായിരിക്കരുത്. പാട്ട് പാടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കടന്നു വരാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം ഒരുമിച്ച് സമർപ്പിക്കുന്ന രാത്രിയാണ്. കർത്താവേ, എൻ്റെ പ്രാർത്ഥന ഞാൻ ഇന്നൊന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഞാൻ ഒത്തിരി കാര്യം പ്രാർത്ഥിച്ചു, എനിക്ക് ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അത് വേണം ഇത് വേണം, നല്ല കാര്യം. പക്ഷേ ഇന്ന് രാത്രി the spirit of the Lord is encouraging me to pray over. Give me an insight about the word of God, the power of the word of God, the magnitude, hallelujah, the measure of the word of God. ദൈവവചനത്തിൻ്റെ അളവും അതിൻ്റെ ശക്തിയും എനിക്കൊന്ന് മനസ്സിലാക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും? എന്തെങ്കിലും ജീവിതത്തിൽ വെട്ടിക്കളയേണ്ടതുണ്ടെങ്കിൽ ഒന്ന് വെട്ടിക്കളയുവാൻ ഒരു ശുദ്ധീകരണത്തിനായി പ്രാർത്ഥിച്ചാണ്. എൻ്റെ ഭർത്താവിനോടുള്ള സംസാരത്തിൽ ഞാൻ അറിയാതെ എൻ്റെ നാക്ക് വല്ലാതെ സംസാരിക്കുന്നു. എൻ്റെ ഭാര്യയോടുള്ള ഇടപാടിൽ ഞാൻ ക്രൂരമായി സംസാരിക്കുന്നു. മാതാപിതാക്കളെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ റാഷായിട്ടാണ്. കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ ഞാൻ അവരുടെ മേൽ പ്രയോഗിക്കുന്നു. കൂട്ടു സഹോദരങ്ങളുടെ ഇടപാടിൽ ഞാൻ നല്ല മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു, കഠിന വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇന്ന് രാത്രി കർത്താവെ, വചനത്താൽ ഒന്ന് ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. It may not be, seems to be a revival message, but I am pretty sure that some of you are getting ready to reform yourself and revive yourself by the power of the word of God. ഇന്ന് രാത്രി വചനത്താലുള്ള ഒരു ശുദ്ധീകരണം. ദൈവഹിതമില്ലാത്ത നോട്ടം എനിക്ക് വേണ്ട, ദൈവഹിതമില്ലാത്തുള്ള സംസാരം എനിക്ക് വേണ്ട, ദൈവകൃപ ചോർത്തിക്കളഞ്ഞ ഇടപാട് എനിക്ക് വേണ്ട, ദൈവനാമത്തെ ഉയർത്താത്ത ബന്ധങ്ങൾ എനിക്ക് വേണ്ട. Whatever become a snare to my spirituality, I am ready to take a, hallelujah, I am ready to break the chain. അപ്പോൾ തന്നെ കർത്താവേ, എന്നെ ഒന്ന് ചെത്തി മിനുക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണ്. ഞാൻ നന്നായി പാടുന്നുണ്ട്, എൻ്റെ പാട്ടിന് അല്പം കൂടെ മൂർച്ച വേണം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് അല്പം കൂടെ സമർപ്പണം വേണം, എൻ്റെ ശുശ്രൂഷയ്ക്ക് അല്പം കൂടെ തിളക്കം വേണം, എൻ്റെ കുടുംബജീവിതത്തിന് അല്പം കൂടെ ദൈവനാമ മഹത്വം എടുക്കണം. ഐ ഡു എവറിത്തിങ്, ബട്ട് ഒന്ന് ചെത്തി മിനുക്കണമേ എന്ന് എത്ര പേര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കും? ദൈവരാജ്യ പ്രവേശനം ധാരാളമായി സാധിക്കുവാൻ അല്പം കൂടെ തിളക്കമുള്ളൊരു ആത്മീയ ജീവിതം. എൻ്റെ പ്രാർത്ഥനയുടെ അളവ് കൂടട്ടെ, എൻ്റെ ആരാധനയുടെ അളവ് കൂടട്ടെ, എൻ്റെ സ്തോത്രത്തിൻ്റെ മൂർച്ച കൂടട്ടെ, എൻ്റെ കയ്യടിയുടെ മൂർച്ച കൂടട്ടെ, എൻ്റെ ശുശ്രൂഷയുടെ മൂർച്ച കൂടട്ടെ, എൻ്റെ സമർപ്പണത്തിന് ആഴമുണ്ടാകട്ടെ. ഇന്ന് രാത്രി വചനത്താൽ എന്നെ ഒന്നും കൂടെ ചെത്തി വെടിപ്പാക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനെ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ടോ? ഓ, നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ, ചേർന്ന് പാടാം. നിന്നെ വിട്ടിട്ട് എങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത്. നീയല്ലാതില്ല ഭൂവി, ഓ നീയല്ലാതില്ല ഭൂവി, നീയല്ലോ ഞങ്ങൾക്കുള്ള ശുവേ. ലോകത്തിൽ ഞങ്ങൾക്കുള്ള എല്ലാം നഷ്ടം, ആ ലോകത്തിൽ ഞങ്ങൾക്കുള്ള, ഓ ലോകക്കാർ നിത്യം ദുഷിച്ചിടിലും പൊന്നേശുവേ. ലോകക്കാർ, ഓ നീയല്ലോ ഞങ്ങൾക്കുള്ള സമ്പത്തേശുവേ. അന്നോ ഞങ്ങൾക്കുള്ള എല്ലാം ഓ അന്നോ ഞങ്ങൾക്കുള്ള എല്ലാം തന്നോ. നോനിന്നും എന്നും കൂടെയുണ്ട് ഉള്ള വാക്കു തന്നാവേ, ഉള്ള വാക്കു തന്നാവേ. നീയല്ലോ ഉള്ള ദിവ്യ സമ്പത്തേശുവേ. ശത്രുവീനഗ്നി അസ്ത്രം ശക്തിയോ എതിർക്കുമ്പോ, ശത്രുവേ അഗ്നി അസ്ത്രം
അപ്പോൾ മാത്രയിൽ ജയം തന്നു കാച്ചിടും മാത്രയിൽ കാത്തു സൂക്ഷിച്ചിടും ഞങ്ങൾ. യേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള യേശുവേ നിത്യജീവമൊഴികൾ നിന്നിലുണ്ടോ? ഓ നിത്യജീവമൊഴികൾ നിന്നിലുണ്ടോ? നിന്നെ വിട്ടിട്ടാടി അങ്ങ് ഉടമനരകരബലധര വൈശര എങ്ങു പോയി വസിക്കും നീയല്ലോ. യേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള യേശുവേ കാൽവറി മാലാമുക ഏറി നീ ഞങ്ങൾക്കാ കാൽവറി മാലാമുക ഏറി നീ. ഓ കാൽഗരം തു ആരിച്ചുയിരേകിയ കാൽഗരം ആരിച്ചുയിരേകിയ നീയല്ലോ. രഗടകലധര ദുരമന വൈശര ജുനകല വൈഡമനധാര രുബലമനംധര േബാരൗഷല ജൂനാരാധ അബ്ധാര രേബല വൈഡമനഗരഗനസ്തര ജുനകല വൈഡ അബ്ധാര ദുരമരഹം ധുര ജനകല വൈഡല. യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ദുരബല വൈഷഭരാധര വൈഡമനസ്താര ദുരമന വൈഡമനം ധരജാന റീഖല വൈഡന ജാരാന റീഖാരം ദല വൈഡല ജാന ഉടമന രഗനഗലസ്താര റിബലാനാഹം ദരജാന റിബല വൈശാരധാന ദുരമന വൈഡല ഹസ്തരജാന ഉടമന രഗരബലസ്തരജാനഗലബ്ധര ശമന ബല ഉഡലഹം ധരജാന ഉടമന രഗനഗനസ്തുരജാന പ്രീബല വൈശല ജുനകല ജാന അത്തര ജനകല വൈഡര ജാന പ്രീബൽ കടകന. യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ വചനത്താലുള്ള വിടുതൽ, വചനത്താലുള്ള ശുദ്ധീകരണം, വചനത്താലുള്ള സന്തോഷം ജനത്തിന് മേൽ കടന്നു വരുമാറാകട്ടെ. ഇപ്പോൾ തന്നെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് ദൈവവചനത്തിൻ്റെ ശുദ്ധീകരണം, ദൈവവചനത്തിൻ്റെ സന്തോഷം. റിബലബലബ്ധുര ജനകല ബൗഷല ഉഡമന രഖരഗലസ്തര. Release thy people, release thy people from the clutches of the enemy. വചനത്തിലേക്ക് മടങ്ങി വരുവാൻ ജനത്തിൻ്റെ മേൽ ആത്മവ്യാപാരം ഇന്ന് രാത്രി ഉണ്ടാകട്ടെ. അത് കുഞ്ഞുങ്ങളുടെ മേൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ, അത് രോഗസൗഖ്യമായി, അത് ആരോഗ്യമായി, അത് നന്മയായി, അത് വിടുതലായി, ഇന്ന് രാത്രി പുതിയ സൃഷ്ടിയായി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുമാറാകട്ടെ. ഉഡമന രഗരബലസ്തര ധിയാര ശമന രഗടകലാംഫര ജാന പ്രീഗന വൈഡമനസ്തര ജാന ദുരമന വൈഡല ജുനഗല ജാര അടഗന വൈശര ജാനഗലബ്ധര പ്രീബല വൈഡമനസ്തര ജാന അംദൽ കടഗന ദുരമന വൈഡ ധീരമനസ്തര വൈശല ജാന ഉഡമന രഗന അരഗല വൈഡല ദുരമന ഹസ്തര ജാനഗലസ്തര റീബൽ കടനര ರಂಥರ ಜಾನ ಆಪ್ತ ರಗಡಲ ಜನದರ ಜಾನ ಉದರಮನಸ್ತರ ಜುನಗಲ ವೈಡ ಉಡಮನ ರಗನ ಉಡಾರಿ ಬಾರಬಲ ವಸ್ತರಾದಿಯ ಉಡಾರಿ ಬಾಲಬಲ ಶಂದರೆ ರೇಖಾರಮನ. ರಿಲೀಸ್ ದ ಪೀಪಲ್, ರಿಲೀಸ್ ದ ಪೀಪಲ್, ರಿಲೀಸ್ ದ ಪೀಪಲ್. ದೂರಮಾನ ವೈಡಮಾನ ಉಡಬಲ ರಗರಬಲ ಅಪ್ಥರ ಜಾನ ಧೀರಬಲಂ ಥರ ಜುನಗಲ ಜಾರ ಪಕ್ಷ ಚುನಗಲ ವೈಡಮನಸ್ತರ ಜುನಗಲ ಜಾರ ರೇಖಾ ರಗಡ ದುರಮನ ವೈಡಲ ಅತ್ತರ ಜಾನ ದುರಮನ ವೈಡ ಅರ್ಕಲ ಜಾನ. ಜೀಸಸ್ ಜೀಸಸ್ ಧೀರಾ ರಗಡಗನಸ್ತರ ಜಾನ. ಹಲ್ಲೆಲೂಯಾ. ಉಡಾರಿಬಾಲವ ಶಮನ ರಗನ ಅರಿಬಾಲ ಅರ್ಕಾರಬಲವ ಸಂದರೇದರ.
താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ. ദൂര ബാല വൈഡ രാബല ഹസ്തരജാന അംദൽ കടകന വൈശലജാന. ജീസസ്, 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 ജീസസ്. അർക്കാരൗഡല ദൂരാമാന. ഹല്ലേലൂയ. വചനം അതിൻ്റെ ശക്തിയോടെ എൻ്റെ ജനത്തെ വിടുവിക്കട്ടെ, അവരുടെ കുഴികളിൽ നിന്ന് കയറ്റട്ടെ. ഇന്ന് പകൽക്കാലം മുറിവേറ്റ മനസ്സുകളെ ഉണക്കുന്ന ദൈവത്തിൻ്റെ വചനം ഈ രാത്രിയിൽ ജനത്തിൻ്റെ ഇടയിൽ സഞ്ചരിക്കട്ടെ. ഉഡാരബാലവ സകാരബാലവ ഉഡബാല വൈഡാബാര വൈശേരാജി അംദലജാന പ്രീപരം വേദിരസ്ത വൈഡജാന അർത്ഥരച്ച ദുഃഖരാതി വൈശരാജ വീരമാന വൈഡമാന ഹംധേ രാജ. ബ്ലസ് ദ പീപ്പിൾ, ബ്ലസ് ദ പീപ്പിൾ. യേശുവിൻ്റെ നാമത്തിൽ ജനത്തിൻ്റെ മേൽ വചനത്തിൻ്റെ വിടുതൽ ഇന്ന് രാത്രി കടന്നു വരട്ടെ. ഹല്ലേലൂയ, 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 Hallelujah, hallelujah.